സോ വെൽക്കം ടു ന്യൂ ക്ലാസ്. അപ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിൾ എന്ന ചാപ്റ്റർ ആണ് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത് അല്ലേ? ഏകദേശം ചാപ്റ്റർ തീർന്നു. എന്നുവെച്ചാൽ ചാപ്റ്ററിൽ നമ്മൾ എന്തായിരുന്നു ഹിസ്റ്ററി ഒക്കെ പഠിച്ചു. എങ്ങനെ നമ്മൾ ലാവോയിസിയറിൽ നിന്ന് തുടങ്ങി. ആദ്യം ഒരു 30 എലമെന്റ്സ് വെച്ചിട്ട് പുള്ളിക്കാരൻ നോൺ മെറ്റലും മെറ്റലൊക്കെ ആക്കി അങ്ങനെ പുള്ളി അവിടുന്ന് തുടങ്ങി. പിന്നെ മോസ്റ്റ്ലി മോഡേൺ പീരിയോഡിക് ലോ ഒക്കെ സജസ്റ്റ് ചെയ്തു. നമുക്ക് പീരിയോഡിക് ടേബിൾ കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞിട്ടോ നമ്മൾ പീരിയോഡിക് ടേബിളിലുള്ള പല പല സെഗ്മെന്റ്സ് അല്ലേ, പല ഗ്രൂപ്പ്സ് ഉണ്ട്, പല പീരീഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ചില സെറ്റ് ഓഫ് എലമെന്റ്സ് നമ്മൾ ബ്ലോക്കുകളാക്കി തിരിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ എസ് ബ്ലോക്ക് പഠിച്ചു, പി ബ്ലോക്ക് പഠിച്ചു, രണ്ടും കൂടി ചേർത്ത് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് വിളിക്കാമെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് പഠിച്ചു, അവരെ നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിച്ചു. പിന്നെ എഫ് ബ്ലോക്ക് എലമെന്റ്സ് വിളിച്ചു, അവരെ നമ്മൾ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നൊക്കെയുള്ള ഒരു പേര് വെച്ചിട്ട് വിളിച്ചു. ഇതുപോലുള്ള ആ ഒരു ബ്ലോക്ക് അറേഞ്ച്മെന്റ്സ് നമ്മൾ പഠിച്ചു. പക്ഷേ ചാപ്റ്റർ ഇവിടെ തീർന്നു ഇല്ല. നമ്മൾ ഈ പീരിയോഡിക് ടേബിൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു എലമെന്റ് അറേഞ്ച്മെന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരി, ആറ്റോമിക് നമ്പറിന്റെ ബേസിൽ അറേഞ്ച് ചെയ്ത് എന്താണ് മോസ്റ്റ്ലി പറഞ്ഞത്? മോസ്റ്റ്ലി പീരിയോഡിക് ടേബിൾ എന്താണ്? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി. ആരുടെ? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് എലമെന്റ്സ് എന്തിന്റെ പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ്? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പറിന്റെ പീരിയോഡിക് ഫംഗ്ഷൻസ് ആണെന്നാണ് ആര് പറഞ്ഞത്? മോസ്റ്റ്ലി പറഞ്ഞത് അല്ലേ. അപ്പോൾ പീരിയോഡിക് ഫംഗ്ഷനാണ് ആറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പീരിയോഡിക് ടേബിൾ ആക്കിയത്. അപ്പൊ ആറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ മക്കളെ നിങ്ങൾ പഠിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ആറ്റോമിക് നമ്പർ എന്താണ്? അത് എയ്തർ പ്രോട്ടോൺസിന്റെ നമ്പർ ആണ് അല്ലെ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അത് എന്തിന് ഈക്വൽ ആണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഈക്വൽ ആണല്ലോ. അതായത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതാണ് അതിന്റെ ആറ്റോമിക് നമ്പർ എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ നമുക്ക് ബേസിക്കലി എന്ത് കാര്യം പറയാം? ഒരു എലമെന്റിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ ഫിസിക്കൽ ആയിക്കോട്ടെ കെമിക്കൽ ആയിക്കോട്ടെ, ഏത് പ്രോപ്പർട്ടിയും ആരെ ഡിപ്പെൻഡന്റ് ആണ്? ആ ചെറിയ വളരെ കുറഞ്ഞ ചെറിയ സാധനം ന്യൂക്ലിയസിനോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പിള്ളേരല്ലേ, ആരാ? ഇലക്ട്രോൺസ്. അതെ, ഇലക്ട്രോൺസ് ആണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ കാരണമായിട്ടുള്ള ആ ഒരു പുള്ളിക്കാരൻ. സോ ഇലക്ട്രോൺസ് ആണ് നമ്മൾ പഠിച്ചു. പക്ഷേ എന്നാലും നിങ്ങൾ ആ പീരിയോഡിക് ടേബിൾ നോക്കി, നമുക്ക് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഹൈഡ്രജനും ഹീലിയം അങ്ങനെയൊക്കെ ഉണ്ട്. സി, എവിടെ നോക്കിയാലും നമുക്കൊരു പാറ്റേൺ കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ ചുറ്റുമുള്ള സിറ്റുവേഷൻ ഒക്കെ നോക്കി നോക്കേ, യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു കാര്യം ഇതിലൊക്കെ ഈ ട്രെൻഡിങ് ടോപ്പിക്സ് എന്ന് പറയണം. ട്വിറ്റർ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ട്രെൻഡിങ് ടോപ്പിക്സ് ഉണ്ടാവും. ഏത് കാര്യത്തിലും ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പൊ ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു എന്താണ് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഓഫ് ന്യൂസസ് ആയിരിക്കാം, അല്ലെ പാറ്റേൺ ഓഫ് ബിഹേവിയർ ആയിരിക്കാം. ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് എവിടെ പോയാലും കാണാൻ പറ്റും. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ചുറ്റുപാട് പോയി, കുറച്ച് അതായത് ടെക്നോളജിക്കലി അധികമൊന്നും ഒരു പരിചയമൊന്നും ഇല്ലാത്ത കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അവർ ഫോണൊന്നും അങ്ങനെ ഉപയോഗിക്കില്ല, സോഷ്യൽ മീഡിയ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിച്ച് അത്ര പരിചയമില്ലാത്ത ആൾക്കാർ. എന്നാൽ നിങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പരിചയമുള്ള ഒരാൾ. അപ്പൊ നിങ്ങൾ അതുപോലത്തെ ആൾക്കാരുടെ ചുറ്റുപാടിൽ അല്ലെ അവരുടെ കൂടെയൊക്കെ ഇരുന്ന് എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക അതിന് ശേഷം ഡെഫിനറ്റ്ലി നിങ്ങൾ ബോറടിക്കും. കാരണം എന്താണ്? നിങ്ങൾ പരിചയപ്പെട്ടു പോയ പാറ്റേൺ എന്താണ്? ഇതുപോലെ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇതുപോലെ എന്താണ് ടെക്നോളജിക്കൽ ആയിട്ടുള്ള അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സിനിമ, പാട്ട്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് നിങ്ങൾക്ക് പരിചയം. പക്ഷെ ഇപ്പൊ വന്ന് ഈ ഒരു ആൾക്കാരുടെ കൂട്ടത്തിലുള്ള പാറ്റേൺ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പൊ അവിടെയുള്ള അവരുടെ ട്രെൻഡ്സ് വേറെയാണ്, നിങ്ങളുടെ ട്രെൻഡ്സ് വേറെയാണ്. അപ്പൊ എന്താണ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ അപ്പം ബേസിക്കലി ഒരു പാറ്റേൺ, ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ആണ്. നിങ്ങൾക്ക് എവിടെ നമ്മുടെ സൊസൈറ്റിയിൽ ചുറ്റും കാണാൻ പറ്റുന്ന ഒരു പാറ്റേണിന് നമ്മൾ വേണമെങ്കിൽ ട്രെൻഡ്സ് എന്ന് പറയാം. ഓരോ സമയത്ത് പല ഡിഫറെന്റ് ട്രെൻഡ്സ് ആണ് ഉണ്ടാവുക അല്ലേ. ഇപ്പൊ ന്യൂസസ് കാര്യമൊക്കെ ചില സമയത്ത് സെൻസേഷണൽ ആയിട്ട് ചില ന്യൂസസ് ഉണ്ടാവും. അതിപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങ് തീരും. വേറൊരു ടൈമിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു പുതിയ ന്യൂസ് വരും, പിന്നെ അതായിരിക്കും ട്രെൻഡിങ്. അപ്പൊ എന്താണ്, ഓരോ സമയത്തും ജനങ്ങളുടെ ബിഹേവിയർ മാറി മാറി ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ട്രെൻഡ് ആവും, ചില കാര്യങ്ങൾ പെട്ടെന്ന് ട്രെൻഡ് ആവില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളൊരു പാട്ടെടുക്കുക, നമ്മൾ ഈ പോപ്പ് BTS നിങ്ങൾ കേട്ടിട്ടുണ്ട്, കൊറിയൻ പോപ്പ് ബാൻഡാണ്. അതുപോലെ തന്നെ നമ്മളെ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് അവതരിപ്പിക്കുന്ന ആൾക്കാരുടെ പേരാരെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പേര് പോലും ഓർമ്മയുണ്ടാവില്ല, പക്ഷെ ഓർമ്മയുള്ള ആൾക്കാരുണ്ടാവും. ബട്ട് ഞാനവിടെ പറഞ്ഞ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു സൈഡിൽ സ്ഥിരമായി ട്രെൻഡ് ആയി പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, മറ്റൊരു സൈഡിൽ അധികം പോവാത്ത ചില പാറ്റേൺസും ഉണ്ട് അല്ലേ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതൊന്നും അല്ല കേട്ടോ പഠിക്കാം, ഈ പാട്ടും മ്യൂസിക്കും സിനിമയും ഇതുപോലത്തെ കാര്യങ്ങളൊന്നും അല്ല പഠിക്കാൻ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഈ ട്രെൻഡ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. സോ ഇത്തരം ട്രെൻഡ്സ് കാണാൻ പറ്റുന്ന വേറൊരു സ്ഥലം കൂടിയുണ്ട് നമ്മുടെ കെമിസ്ട്രി, അതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ. ഓക്കെ, അപ്പൊ പീരിയോഡിക് ടേബിളിലും ഇതുപോലെ ചില ബിഹേവിയറൽ പാറ്റേൺസ് ഉണ്ട്. ആരുടെ ബിഹേവിയറൽ പാറ്റേൺസ്? എലമെന്റ്സ്. നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ക്യാരക്ടേഴ്സ് ആരാണ്? പ്രധാന കഥാപാത്രങ്ങൾ ആരാണ്? എലമെന്റ്സ് ആണ്. അപ്പൊ ഈ എലമെന്റ്സിനൊക്കെ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ഉണ്ട്, ചില ഒരു പ്രത്യേക രീതിയിലാണ് അവർ മൊത്തത്തിൽ ബിഹേവ് ചെയ്യുക. ചില ഒരു പാറ്റേൺ നിങ്ങൾക്ക് പീരിയോഡിക് ടേബിൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സോ അത്തരം പാറ്റേൺസിനെ പറ്റി, അത്തരം ട്രെൻഡ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അധികം ട്രെൻഡ്സിന് ഒരുപാട് ട്രെൻഡ്സ് ഉണ്ട് കേട്ടോ, പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിനായിട്ട് 4 ട്രെൻഡ്സ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് 4 ട്രെൻഡ്സ്?
ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യും എന്താണ് ആറ്റോമിക് സൈസ് അഥവാ വലുപ്പം. ഒരു ആറ്റത്തിന്റെ വലുപ്പം സിമ്പിളായി പറഞ്ഞാൽ ആറ്റോമിക് സൈസ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യും. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും എന്താണ് അയോണൈസേഷൻ എനർജി. അപ്പൊ പേരിൽ നിന്ന് ഒരു അയോൺ എന്നൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ അങ്ങനെയൊക്കെ ആലോചിച്ചു കേട്ടോ. നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ സ്കിം ചെയ്യാന്ന് പറഞ്ഞ പരിപാടിയാണ്. നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പോസ് ചെയ്യുക. ഇപ്പൊ ആറ്റോമിക് സൈസ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പോസ് ചെയ്തതിന് ശേഷം ആറ്റോമിക് സൈസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ആദ്യം വരുന്ന ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, അതെന്തായിരിക്കാം? അത് എത്ര തമാശയുള്ള സാധനം ആയിക്കോട്ടെ, എത്ര ഒരു നിങ്ങൾക്ക് ഭയങ്കര മണ്ടത്തരാണെന്ന് തോന്നിയതായിക്കോട്ടെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളത് പറഞ്ഞു നോക്കുക. അതുപോലെ തന്നെ ഇപ്പൊ അയണൈസേഷൻ എനർജി അതും അങ്ങനെ പറഞ്ഞു നോക്കുക. പിന്നെ നമ്മൾ മൂന്നാമതായി ഡിസ്കസ് ചെയ്യുന്നതാണ് മെറ്റാലിക് ക്യാരക്ടർ. മെറ്റാലിക് അതുപോലെ തന്നെ നോൺ മെറ്റാലിക് ക്യാരക്ടർ നമ്മൾ പഠിക്കും. മെറ്റാലിക് നേച്ചർ എന്താണ് നമ്മൾ പഠിക്കും. പിന്നെ അവസാനമായിട്ട് നമ്മൾ പഠിക്കും ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇതിന് പുറമെ ഒരുപാട് ട്രെൻഡ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എപ്പം എങ്ങനെ അറിയാൻ പറ്റും? ബാക്കി ട്രെൻഡ്സ് ഒക്കെ സാർ നിങ്ങൾ ഇങ്ങനെ കുറച്ച് ട്രെൻഡ്സ് മാത്രം പറഞ്ഞാൽ എന്താണ്, നമുക്ക് ബാക്കി ട്രെൻഡ്സ് കൂടി അറിയണ്ടേ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അറിയണം. അതിനാണ് നമ്മുടെ മലയാള മനോരമയുടെ സ്മാർട്ട് സ്റ്റഡി പ്രോഗ്രാം. നിങ്ങൾക്ക് എന്തായാലും 9ാം ക്ലാസ്സിൽ നിങ്ങൾ 10-ലെത്തും, 10 കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും 11-ൽ പോകും. 11ാം ക്ലാസ്സിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ചോയ്സ് ആണ്. ഒരുപാട് കോഴ്സസ് നമുക്ക് എടുക്കാം. ഹ്യൂമാനിറ്റീസ് എടുക്കാം, കൊമേഴ്സ് എടുക്കാം, സയൻസ് എടുക്കാം, കമ്പ്യൂട്ടർ സയൻസ്, ഏതും എടുക്കാം. ഇനി ഇൻ കേസ് നിങ്ങൾ സയൻസ് എടുക്കുകയാണെങ്കിൽ സയൻസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിൽ ഒരു ചാപ്റ്റർ നമ്മൾ ഇതുപോലെ ഒരുപാട് ട്രെൻഡ്സ് മാത്രം ഡിസ്കസ് ചെയ്യാൻ ഒരു ചാപ്റ്ററിന് മക്കളെ. അപ്പൊ ആ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വേറെ ട്രെൻഡ്സ് കൂടി നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ അതിനൊക്കെ വേണ്ടി നിങ്ങൾ നമ്മുടെ സ്മാർട്ട് സ്റ്റഡി പ്രോഗ്രാം ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ആൾക്കാരോട് ഇങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുന്നൊക്കെ പറഞ്ഞാൽ അവരോടും സജസ്റ്റ് ചെയ്യാം. സോ എനിവേ അത് അവിടെ നിൽക്കട്ടെ. സോ ഇത്ര അധികം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ വേണ്ടത് എന്താണല്ലോ, നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ തൊട്ട് നമ്മൾ പഠിച്ചില്ലേ ആ കാര്യം, അതായത് പീരിയോഡിക് ടേബിൾ മാത്രമല്ല എലമെന്റുമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിക്കോട്ടെ, ഷെൽസ് ആയിക്കോട്ടെ, അതിന്റെ ഷെൽ ഡയഗ്രാം ആയിക്കോട്ടെ, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വേണം. അപ്പൊ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം പഠിപ്പിക്കുന്ന ടീച്ചർ എന്നുള്ള എന്റെ മൈൻഡിലുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊക്കെ ഓൾറെഡി പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യങ്ങൾ നേരെ അങ്ങനെ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയാലോ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറ്റോമിക് സൈസിനെ പറ്റിയിട്ടാണ്. സോ ആറ്റോമിക് സൈസ് എന്ന് ഞാൻ എഴുതിയതിന്റെ താഴെ ഞാൻ കുറച്ച് എലമെന്റ്സിന്റെ ഷെൽ ഡയഗ്രാം ഒക്കെ വരച്ചിട്ടുണ്ട്. ഷെൽ ഡയഗ്രാം എന്താണ് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബോർസ് മോഡൽ തിയറി പ്രകാരം നമ്മൾ എഴുതുന്നു. എങ്ങനെ എഴുതും? അതിന്റെ ഷെല്ലിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന ഓർഡർ. ഷെല്ലിൽ എങ്ങനെയാണ് മക്കൾ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക? ആദ്യം കെ ഷെൽ ഫിൽ ചെയ്യും, പിന്നെ നമ്മൾ എൽ ഷെൽ ഫിൽ ചെയ്യും, പിന്നെ നമ്മൾ എം ഷെൽ ഫിൽ ചെയ്യും, പിന്നെ എൻ ഷെൽ. ഇതെന്താണ് ഞാൻ ലെസ് ദാൻ സൈൻ കൊടുത്തത്? അത് കാണിച്ചെന്താ വെച്ചാൽ എനർജി ഓർഡർ ആണ്. കെ ഷെല്ലിനാണ് ഏറ്റവും കുറവ് എനർജി, എൻ ഷെല്ലിനാണ് ഏറ്റവും കൂടുതൽ എനർജി. സോ എനർജി കുറവുള്ള ഷെൽ ആദ്യം ഫിൽ ചെയ്യും, പിന്നെ എനർജി കൂടുതലുള്ളത് ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഓരോ ഷെല്ലിനും ഒരു കപ്പാസിറ്റി ഉണ്ട് അല്ലേ? അത്ര മാത്രമേ അതിൽ കൊള്ളൂ. കെ ഷെല്ലിൽ 2 ആണെങ്കിൽ എൽ ഷെല്ലിൽ 8 ആണ്, എം ഷെല്ലിൽ 18 ആണ്, എൻ ഷെല്ലിൽ 32 ആണ്. അപ്പൊ ഇതിങ്ങനെ കിട്ടി, അതിന്റെ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഓർമ്മയുണ്ടാവും, ഞാൻ അതൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. സോ ആ ഒരു ഓർഡറിൽ ഫില്ല് ചെയ്തിട്ട് നമ്മൾ എഴുതും. അങ്ങനെയാണ് നമ്മൾ താഴെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് കണ്ടോ, ഇവിടുത്തെ 5 എലമെന്റിനും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഷെല്ല് നമ്മളിങ്ങനെ സർക്കുലർ ആയിട്ട് ന്യൂക്ലിയസിന്റെ ചുറ്റും ഓർബിറ്റുകൾ വരച്ച് അതിൽ കറസ്പോണ്ടിങ് ഓരോ ഷെല്ലും ഓരോ സർക്കിളായിട്ട് നമ്മൾ ഇമേജിൻ ചെയ്തിട്ട് അതിൽ ഓരോരോ ഇലക്ട്രോൺസ് നമ്മൾ ആഡ് ചെയ്ത് പോവുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്തത് സെറ്റപ്പാണ്. ഞാൻ അതിന്റെ കൂടുതൽ ഡിസ്കഷനിലേക്ക് പോകില്ല. ആരൊക്കെയാണ് ഇവിടെ ഉള്ളത് നോക്കിയേ? ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം. ഇവരൊക്കെ നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയ മക്കളെ, എല്ലാവരെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒറ്റ ഇലക്ട്രോൺ വെച്ചിട്ടാണ് ഉള്ളത്. അത് ഹൈഡ്രജനോ ലിഥിയോ സോഡിയോ പൊട്ടാസ്യോ റുബീഡിയം ആരൊക്കെ, എല്ലാവരുടെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്രയാണ്? 1 ഇലക്ട്രോൺ ആണ് അല്ലേ? റുബീഡിയത്തിന് 1, പൊട്ടാസ്യത്തിന് 1, സോഡിയത്തിന് 1, ഹൈഡ്രജൻ 1, ലിഥിയത്തിനും ഓരോരോ ഇലക്ട്രോൺസ് വെച്ചിട്ടാണ് ഉള്ളത്. സോ ഇത് കാണിക്കുന്നത് എന്താണ്? ഒരു ഗ്രൂപ്പിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ എല്ലാ എലമെന്റിനും ഒരേ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺസ് ആണ്. അത് ഏത് ഗ്രൂപ്പും ആയിക്കോട്ടെ, ഓരോ ഗ്രൂപ്പിനും അതാത് ഗ്രൂപ്പിന് പെർട്ടിക്കുലർ ആയിട്ട് ഒരു ഔട്ടർ ഷെൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഇനിയും നമ്മൾ എന്താണ് ഇതിന് ശേഷം പീരിയോഡിക് ടേബിളിനെ പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പത്തിൽ പറ്റും. ഓക്കെ, എനിവേ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ആറ്റോമിക് സൈസ് ആണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ കാണിച്ചത് പീരിയോഡിക് ടേബിളിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു. പീരിയോഡിക് ടേബിൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു എലമെന്റ്സ് നിങ്ങൾ നോക്കുക. എന്താണ് ഇവർ മോളിൽ നിന്ന് താഴോട്ടേക്ക്? പീരിയോഡിക് ടേബിൾ ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം. ഇവരെങ്ങനെയാണ് ടോപ്പ് ടു ബോട്ടം ആയിട്ടുള്ള ഇവരെ ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നിങ്ങൾ ഈ ഡയഗ്രാം കണ്ടാൽ മനസ്സിലാവുക? ഒന്നാമത്തെ കാര്യം എന്താണ്? ഇലക്ട്രോൺ നമ്പർ ഇൻക്രീസസ് അല്ലെ? ഇലക്ട്രോണിന്റെ നമ്പർ എന്താവുന്നുണ്ട്? ഇലക്ട്രോണിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇലക്ട്രോൺ നമ്പർ കൂടി അതിനെ ഒക്യുപ്പൈ ചെയ്യാൻ എന്താണ്? ഷെൽ നമ്പർ ഓൾസോ ഇൻക്രീസ്. ഷെല്ലിന്റെ നമ്പറും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ചെറിയൊരു ബോൾ, ഈ ബോളിന് ചുറ്റും നമ്മൾ ഇങ്ങനെ ഒരു കവർ ചെയ്തു, ഒരു ലെയർ ഓഫ്
എന്താണ് ഒരു സഞ്ചി കൊണ്ട് നമ്മൾ കവർ ചെയ്തു. പിന്നെ അതിന്റെ മുകളിൽ വേറെ സഞ്ചി, പിന്നെ അതിന്റെ മുകളിൽ അടുത്ത സഞ്ചി, ഇങ്ങനെ നമ്മൾ കവർ ചെയ്ത് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ആ ഒരു ബോളിന്റെ സൈസ് കൂടി 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 വരും അല്ലേ? സോ അതേ ഒരു സംഭവം തന്നെ ഇവിടെയുള്ള എന്താണ്, ഷെൽസിന്റെ നമ്പർ കൂടുമ്പോൾ ഓരോന്നിന്റെയും സൈസ് കൂടി കൂടി വരും. അതായത് ഹൈഡ്രജന്റെ സൈസ് എന്തിന്റെ, ലിഥിയത്തിന്റെ സൈസിനേക്കാളും കുറവാണ്, അത് സോഡിയത്തിനേക്കാളും കുറവാണ്, അത് പൊട്ടാസ്യത്തിനേക്കാളും കുറവാണ്, അത് റുബീഡിയത്തിനേക്കാളും കുറവാണെന്ന് മനസ്സിലായി. ഈ ഒരു ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട് എന്താണ്, സൈസ് കുറഞ്ഞു കൂടി കൂടി വരും. എവിടുന്ന് എവിടത്തേക്ക് പോകുമ്പോൾ, മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒരു ഗ്രൂപ്പിൽ പോകുമ്പോൾ. ഓക്കെ ആണല്ലോ? ഓക്കെ, അത് നമുക്ക് ഫോർമുലയായിട്ട് ഇക്കാര്യം പറഞ്ഞാലോ? പറയാം. എന്താണ് സൈസ് ഓഫ് ആറ്റം, സൈസ് ഓഫ് ആൻ ആറ്റം ഇൻക്രീസസ് വെൻ വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ് അല്ലേ? ഇൻക്രീസസ് വെൻ വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ്. താഴോട്ട് പോകുമ്പോൾ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. എന്താ കാരണം? റീസൺ എന്താണ്? നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. കാരണം എന്താണ്? ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഷെൽസ്. നമ്പർ ഓഫ് ഷെൽസ് കൂടുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് കൂടുന്നത്? അതിന്റെ സൈസ് കൂടുന്നത്. ഷെൽസ് കൂടും. ഇപ്പം 5 ഷെൽസ് ഉള്ള ഒരു എലമെന്റിന്റെ സൈസ് ആയിരിക്കില്ല ഒരു ഷെല്ലുള്ള ഹൈഡ്രജന്റെ സൈസ്. ഓക്കെ, അപ്പൊ ഷെൽസ് നിങ്ങൾക്കത് കാണാൻ തന്നെ വിഷ്വലി നമുക്ക് അറിയാൻ പറ്റുന്നതാണ് അല്ലെ? താഴോട്ട് പോകുന്നതനുസരിച്ച് ഷെൽസിന്റെ നമ്പർ കൂടും. ഷെൽസിന്റെ നമ്പർ കൂടുമ്പോൾ ഡെഫിനറ്റ്ലി എന്താവും? സൈസ് കൂടും. ഓക്കെ, ഇപ്പൊ ഞാൻ കുറച്ചും കൂടി സ്ഥലമാണല്ലോ. സോ സിംപ്ലി ആറ്റോമിക് സൈസിന്റെ ട്രെൻഡ് അതാണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നിങ്ങൾ പീരിയോഡിക് ടേബിൾ ഒന്ന് നോക്കിയേ. കണ്ടോ, ഇതൊരു പീരിയോഡിക് ടേബിൾ ആണ്. എത്രയാണ്? മൊത്തത്തിൽ 18 ഗ്രൂപ്പ്സും 7 പീരീഡ്സും ഉണ്ട് അല്ലെ? ഏത് ഗ്രൂപ്പും, ഒന്നാമത്തതോ രണ്ടാമത്തതോ മൂന്നോ നാലോ ഏതോ എടുത്തോ, പക്ഷെ ഇവരെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്നതിനനുസരിച്ച് എന്താണ്, അതിന്റെ ഷെല്ലിന്റെ നമ്പർ കൂടിക്കൂടി വരുന്നു. സോ ഷെല്ലിന്റെ നമ്പർ കൂടിക്കഴിഞ്ഞാൽ എന്താണ്? ഷെൽ നമ്പർ ഇൻക്രീസ് ചെയ്ത എന്താണ്? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്ത് നമുക്ക് പറയാം? സൈസ് എന്ന് പറയാലോ. അതായത് 4 ഷെല്ലുണ്ടെങ്കിൽ അതിന്റെ സൈസ് 3 ഷെല്ലുള്ള എലമെന്റിനേക്കാളും കൂടുതലായിരിക്കും. ആ ഒരു ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ ഷെൽ നമ്പർ കൂടുന്നത് കൊണ്ടാണ് സൈസ് കൂടുന്നത്. അത്രയേ ഉള്ളൂ, സിമ്പിൾ ഐഡിയ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ട്രെൻഡ് നോക്കിയാലോ? ആറ്റോമിക് സൈസ് നമ്മൾ പറഞ്ഞു. ഈ പീരീഡ്സിലാണെങ്കിലും, അതായത് നമ്മൾ ഈ ഹൊറിസോണ്ടൽ ആയിട്ട് കാണുന്ന റോസ്, ആ ഒരു പീരീഡ്സിൽ എങ്ങനെ വാരി ചെയ്യാം? നിങ്ങൾ നോക്കിയേ, ഞാൻ നേരത്തെ കണ്ട ഫിഗറിൽ തന്നെ നിങ്ങൾ നോക്കിയേ. ഞാനിപ്പോൾ എടുത്തത് ലെഫ്റ്റ് ടു റൈറ്റ്, അതായത് രണ്ടാമത്തെ പീരീഡാണ് ഞാൻ എടുത്തത്. ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ഇവരുള്ള ആ ഒരു പീരീഡാണ് ഞാൻ എടുത്തത്. അതിൽ എല്ലാവരും എടുത്തിട്ടില്ല, കുറച്ച് പേരെ ഞാൻ എടുത്തു. ആരെ? ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. അവസാനം ഉണ്ടായിരുന്ന നിയോണിനെ ഞാൻ എടുത്തില്ല. പുള്ളിക്കാരൻ അവിടെ നിന്ന് കിട്ടത് നോബൽ ഗ്യാസസ് എന്നുള്ള കൺസിഡറേഷൻ കൊടുത്തിട്ട് അവരെ ഞാൻ വേറെ തന്നെ വെച്ചു. അവരെ ഞാൻ എടുക്കുന്നില്ല. ഇത്ര ആൾക്കാരെ ഞാൻ എടുത്തു. ഇവരൊക്കെ ശ്രദ്ധിച്ചു നോക്കി. എന്താ? ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ആകെ 2 ഷെൽസേ ഉള്ളൂ അല്ലേ? അതായത് പീരീഡ്സിൽ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ എടുത്താൽ അതിൽ നമ്പർ ഓഫ് ഷെൽസ് സെയിം ആയിരിക്കും. ഇപ്പൊ രണ്ടാമത്തെ പീരീഡിൽ ആകെ 2 ഷെല്ലേ ഉണ്ടാവും. മൂന്നാമത്തെ പീരീഡ് എടുത്താൽ 3 ഷെല്ലേ ഉണ്ടാവും. നാലാമത്തെ പീരീഡ് എടുത്താൽ 4 ഷെൽസ് ഉണ്ടാവും. അങ്ങനെ. അപ്പൊ രണ്ടാമത്തെ പീരീഡിൽ ആകെ 2 ഷെൽസ് ആണ് മാക്സിമം ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതിന്റെ ഷെൽസ് നമ്പർ സെയിം ആണ്. ഓക്കെ, ഒരേ നമ്പർ ഓഫ് ഷെൽസ് ആണുള്ളത്. പക്ഷേ എന്താ സംഭവിക്കുന്നത്? സൈസ് കുറയുവാണ് ചെയ്യുന്ന മക്കളെ. അതെന്തുകൊണ്ടായിരിക്കും? അതിന്റെ റീസൺ ഞാൻ പറയാം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക, എന്തുകൊണ്ടായിരിക്കും സൈസ് കുറയുന്നത്? നിങ്ങൾ നോക്കിയേ, ഷെല്ല് സെയിം ആണ്. പക്ഷേ ഷെല്ലിൽ ആഡ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടിക്കൂടി അല്ലേ? ഇവിടെ 2 1 ആണെങ്കിൽ അവസാനം ഫ്ലൂറിൽ എത്തുമ്പോൾ 2 7 ആയി. 9 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇലക്ട്രോൺസ് എണ്ണം മാത്രമാണോ കൂടുന്നത്? അല്ല. ഇലക്ട്രോൺസ് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ അത്ര തന്നെ പ്രോട്ടോൺസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 9 ഇലക്ട്രോൺസ് ആണ് ഉള്ളതെങ്കിൽ ഫ്ലൂറിനിൽ അതുപോലെ തന്നെ 9 പ്രോട്ടോൺസ് കൂടിയുണ്ട്. ലിഥിയത്തിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്, അതുപോലെ തന്നെ 3 പ്രോട്ടോൺ ഉണ്ട്. ഇനി ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. 3 പ്രോട്ടോൺ 3 ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുന്നതും 9 പ്രോട്ടോൺ 9 ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുന്ന ഒരേപോലെ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ചാർജ് കൂടുമ്പോൾ അട്രാക്ഷൻ കൂടുമോ കുറയോ? അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ചാർജ് കൂടുമ്പോൾ അട്രാക്ഷൻ കൂടുമോ കുറയോ? അതായത് ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി വരുമ്പോൾ അതിന്റെ അട്രാക്ഷൻ കൂടുമോ കുറയോ? അതായത് നിങ്ങൾ ആലോചിക്കണം, ഇവിടെ സൈസ് ഒക്കെ സെയിം ആണ്. സൈസ് ഞാൻ ഉദ്ദേശിച്ചത് നമ്പർ ഓഫ് ഷെൽസും ആ ഷെൽസ് ഉള്ള ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതൊക്കെ ഏകദേശം സെയിം ആണ്. പക്ഷേ ചാർജ് തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസം കൂടി വരുന്നുണ്ട്. അപ്പൊ ചാർജ് കൂടുമ്പോൾ ഈ ഒരു അട്രാക്ഷൻ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ? അങ്ങനെ സൈസിന് എന്തെങ്കിലും വ്യത്യാസം കുറയുന്നത് അതുകൊണ്ടായിരിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിന്റെ ഉത്തരമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ജനറലി കണ്ടൊരു ട്രെൻഡ്? എന്താണ്? സൈസ് ഡിക്രീസ് ചെയ്യുന്നു. എവിടെ നിന്ന്? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. പിരീഡ് നമ്മൾ എപ്പോഴും ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ നമ്മൾ പോകുന്നത്. ഇടത് നിന്ന് വലത്തോട്ടൊക്കെ നമ്പർ എഴുതിയ ഓർഡർ എങ്ങനെയാണ്? 1 2 3 4 അങ്ങനെ ഒരു ഓർഡറിലാണ് നമ്മൾ പോകുന്നത് അല്ലേ? 5 6 7 8 ആ ഒരു ഓർഡറിലാണ് നമ്മൾ പോകുന്നത് അല്ലേ?
സോ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണ്? ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ അതിന്റെ സൈസ് ഡിക്രീസ് ചെയ്യുന്നു. എന്താ കാരണം? ഇവിടെ ഷെൽസിന്റെ നമ്പർ കൂടുന്നുണ്ടോ? ഇല്ല. റീസൺ എന്താണ്? ന്യൂക്ലിയർ ചാർജ്. ഇവിടെയാണ് ഞാൻ ചാർജിന്റെ കാര്യം നിങ്ങളോട് പറയാം. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് അട്രാക്ട്സ് ഇലക്ട്രോൺ. സ്വാഭാവികം, അറിയാലോ. പോസിറ്റീവും നെഗറ്റീവും ഉണ്ടെങ്കിൽ എന്തായാലും അട്രാക്ട് ചെയ്യും. ഓക്കെ, ആൻഡ് ഫ്രം മൂവിങ് ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് എ പീരീഡ് പോസിറ്റീവ് ചാർജ് ഇൻക്രീസ്. പോസിറ്റീവ് ചാർജ് കൂടുന്നുണ്ട്. Therefore, force of attraction on the outermost shell electron increases and size increases. സൈസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു ചാർജ് കൂടി. ഇപ്പൊ 3 ചാർജുള്ള ഒരു ന്യൂക്ലിയസ് 3 ഇലക്ട്രോൺസിനെ മാത്രം അട്രാക്ട് ചെയ്യാനുള്ളത്. അപ്പൊ എന്താ, ശരി, 3 ഇലക്ട്രോൺ അങ്ങ് അട്രാക്ട് ചെയ്യാം. സ്ഥലം ഒരേ സൈസ്, 2 ഷെല്ലിലായിട്ട് 3 ഇലക്ട്രോൺസ് ഉണ്ട്, 3 പ്രോട്ടോൺ ഉണ്ട്. അത് അടുത്ത് നിൽക്കുന്ന 3 ആളെ അട്രാക്ട് ചെയ്യും. അടുത്ത് എത്തുമ്പോൾ എത്രയും 4 പ്രോട്ടോൺ, 4 പോസിറ്റീവ് ചാർജ് 4 ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യുക. അപ്പൊ എന്താ കാണാൻ പറ്റുന്നത്? നിങ്ങൾ നേരത്തെ ഫിഗർ നോക്കി ഞാൻ ഒന്നുകൂടി പറയാം. 4 പ്രോട്ടോൺ ആണ് 4 ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ കൂടി. അതാണ് സൈസ് കുറച്ച് കുറഞ്ഞു. കണ്ടോ, എല്ലാ സൈസിനും സൈസ് കുറച്ച് കുറഞ്ഞു. ബോറോൺ എത്തിയപ്പം 5 പ്രോട്ടോൺ ആയി 5 ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യുന്നു. കുറച്ചുകൂടി ശക്തി കൂടി. അങ്ങനെ കൂടി പോകുമ്പോൾ അവസാനം നമ്മൾ ഫ്ലോറിന് എത്തുമ്പോൾ 9 പോസിറ്റീവ് ചാർജ് ആയിട്ട് നല്ല ശക്തിയുള്ള ഒരു ന്യൂക്ലിയസ് കിട്ടി. ഈ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ബാക്കി 9 ഇലക്ട്രോണെ കാണുമ്പോൾ വാടാ മക്കളെ എന്ന് പറഞ്ഞിട്ട് 9 ഇലക്ട്രോണെ അങ്ങനെ അടുപ്പിച്ചങ്ങ് പിടിക്കും. അപ്പൊ എന്ത് സംഭവിക്കുക? കുറച്ചുകൂടി സൈസ് അങ്ങോട്ട് ഷ്രിങ്ക് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ആറ്റോമിക് സൈസ് കുറയും. അപ്പൊ എന്താണ് പീരീഡ്സിലെ റീസൺ? നമ്മൾ എന്ത് പറഞ്ഞു? എന്താ റീസൺ? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ്. എന്താണ്? ലെഫ്റ്റ് ടു റൈറ്റ് ന്യൂക്ലിയസിലെ പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യും. പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ടുവേർഡ്സ് ദി ഇലക്ട്രോൺ വിൽ ഇൻക്രീസ്. സോ സൈസ് വിൽ ഡിക്രീസ്. ആ ഒരു ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഷെൽസിന്റെ കാര്യത്തിൽ, ഗ്രൂപ്പിന്റെ കാര്യത്തിൽ എന്താണ്? സൈസ്, ഷെൽസിന്റെ നമ്പർ കൂടുന്നത് കൊണ്ടാണ് സൈസ് കൂടുന്നത്. എന്നാൽ പീരീഡ്സിൽ ഷെൽസിന് സെയിം ആണ്, ഷെല്ലിന്റെ നമ്പർ സെയിം ആണ്, പക്ഷേ ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കൊണ്ട് സൈസ് ചെറുതായി വരുന്നു. ഓക്കെ, സോ നമ്മൾ ആറ്റോമിക് സൈസ് ഡിസ്കസ് ചെയ്തു അല്ലേ? ഇനി നമ്മൾ അടുത്ത ഏതാണ്? അയോണൈസേഷൻ എനർജി ഡിസ്കസ് ചെയ്യാം. സോ അയോണൈസേഷൻ എനർജി എന്തായിരിക്കും? നിങ്ങൾ ആ വാക്കിൽ തന്നെ ഒന്ന് നോക്കിയേ. അയോണൈസേഷൻ എന്താണ്? അയോണൈസ്, ഒരു ആറ്റത്തിന് അയോണൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ അയോണാക്കി മാറ്റുന്ന അയോണൈസേഷൻ എന്ന് പറയാം. എനർജി നമുക്കറിയാം എന്താ എനർജി. സോ അയണൈസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന എനർജിയാണ് സിമ്പിൾ ആയിട്ട് അയണൈസേഷൻ എനർജി. ഓക്കെ, ഇനി അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു കാര്യം ഡിസ്കസ് ചെയ്യാം. ആറ്റോമിക് സൈസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് ആറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞ ഐഡിയ. എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ദ ന്യൂക്ലിയസ് ടു ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. അതായത് നമ്മൾ ബോർ ഡയഗ്രം ഒക്കെ വരക്കുന്നുണ്ടല്ലോ, നമ്മൾ ന്യൂക്ലിയസ് വരച്ചു, ന്യൂക്ലിയസിന് ചുറ്റും നമ്മൾ ഷെൽസ് വരക്കുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പൊ 2 ഷെല്ല് ഞാൻ വരക്കുവാണെങ്കിൽ നമ്മുടെ സെന്റർ ന്യൂക്ലിയസ് തൊട്ട് നമ്മൾ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇതാണ് റേഡിയസ്. അതാ ആറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മിച്ചാൽ മതി. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. എന്തിനാണ് ഉപ്പ്? ഉപ്പിന്റെ കാര്യം ഞാൻ പറയാം. നമ്മൾ ആ അയോണിക് ബോണ്ടിങ് ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചു. നമ്മൾ ആരെപ്പറ്റി പഠിച്ചു? സോഡിയം ക്ലോറൈഡിനെ പറ്റി പഠിച്ചു അല്ലേ? എങ്ങനെ അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നതെന്ന് പഠിച്ചു. അവിടെ റിയാക്ഷനിൽ എന്താ നടക്കുന്നതെന്ന് പഠിച്ചു അല്ലേ? നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവിസിറ്റ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, നമുക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു? ഒരു സോഡിയം ആറ്റം ഉണ്ടായിരുന്നു, ഒരു ക്ലോറിൻ ആറ്റം ഉണ്ടായിരുന്നു. അപ്പൊ സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുമ്പം എന്താ മക്കളെ റിയാക്ഷൻ നടന്നത്? സോഡിയത്തിന്റെ ഈ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ അത് ലോസ് ചെയ്തു. ക്ലോറിൻ ആണെങ്കിലോ ഈ ലോസ് ചെയ്ത ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തു അല്ലേ? അപ്പൊ എന്നിട്ട് നമുക്ക് എന്തുണ്ടായി? ഒരു സോഡിയം പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു അയോൺ ഉണ്ടായി, അതുപോലെ തന്നെ Cl നെഗറ്റീവ് അയോൺസ് ഉണ്ടായി അല്ലേ? ഇലക്ട്രോണിനെ ലോസ് ചെയ്തപ്പോൾ സോഡിയം പോസിറ്റീവ് ഉണ്ടായി, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത ക്ലോറിൻ Cl മൈനസ് അഥവാ ക്ലോറൈഡ് അയോണുമായി. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പൊ നിങ്ങൾ നോക്കിയേ, നമുക്ക് വെറുതെ എങ്ങനെ ഇലക്ട്രോണിനെ ലോസ് ചെയ്യാനും ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ നമ്മളെ സോഡിയത്തിൽ നിന്ന് ഈ ഇലക്ട്രോണിനെ നമുക്ക് ഒഴിവാക്കണം. ശരി, സോഡിയം സ്റ്റേബിൾ ആണെങ്കിൽ, അതായത് ഇപ്പം 2, 8, 1 ഇതിൽ നിന്ന് നമുക്ക് 2, 8 സ്റ്റേബിൾ എന്ന് നമുക്ക് അറിയാം. അപ്പൊ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ സ്റ്റേബിൾ ആവുമെന്നും നമുക്കറിയാം. പക്ഷേ ഈ ഇലക്ട്രോണിനെ എങ്ങനെ ഒഴിവാക്കും? അതാണ് നമ്മളിവിടെ അയോണൈസേഷൻ എനർജി എന്ന കൺസെപ്റ്റിൽ വരുന്നത്. സോ അയോണൈസേഷൻ എനർജി എന്തായിരിക്കും? അപ്പോൾ ഇതിന്റെ ബേസിൽ അയോണൈസേഷൻ എനർജി ബേസിക്കലി എന്താണ്? ഒരു എനർജിയാണ്. ദ amount ഓഫ് എനർജി റിക്വയർഡ് ടു ലിബറേറ്റ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് എൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം ഓഫ് എൻ എലമെന്റ്. എന്താണ് പറയുന്നത്? അതായത് എനർജിയാണ് ഇത് ബേസിക്കലി. ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യേണ്ട എനർജിയാണ് അയണൈസേഷൻ എനർജി. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പറയാം, ലൂസായിട്ട് നിൽക്കുന്ന ഇലക്ട്രോണിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഷെല്ലിൽ മാക്സിമം നമ്മൾ കണ്ടു, ഇപ്പൊ 2ാമത്തെ ഷെല്ല് എടുക്കുകയാണെങ്കിൽ 8 ഇലക്ട്രോണാണ് മാക്സിമം. ഓക്കെ,
ക്ലോറിൻ്റെ എത്രയുണ്ട്? ക്ലോറിൻ 287 ആണ്. സോഡിയം ആണെങ്കിലോ 281 ആണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇതിൽ ആർക്കായിരിക്കും പെട്ടെന്ന് ഇലക്ട്രോണിനെ ലോസ് ചെയ്യാനുള്ള കഴിവ്? ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് എനർജി കൊടുക്കണം അല്ലേ? അയണൈസേഷൻ എനർജി ഇതിൽ ആർക്കായിരിക്കും കൂടുതൽ? ലൂസ് ആയിട്ട് കിടക്കുന്ന ആരായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞൊരു ഐഡിയ ഉണ്ട്, നമ്മുടെ ആറ്റോമിക് സൈസിന്റെ കാര്യം പറഞ്ഞപ്പോൾ. എന്താണ്? കൂടുതൽ പോസിറ്റീവ് ചാർജ്, അതായത് ഇലക്ട്രോണിന്റെ നമ്പർ കൂടുതലാണെങ്കിൽ ഇലക്ട്രോണിന്റെ പ്രോട്ടോൺ, അതായത് ന്യൂക്ലിയസിലെ ചാർജും കൂടുതലായിരിക്കും. സോ ക്ലോറിനിൽ 7 ഇലക്ട്രോണിനെ നമ്മൾ റിമൂവ് ചെയ്യാൻ എനർജി കൊടുക്കണം. ഒന്നല്ല, ആലോചിക്കണം, 7 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ എനർജി കൊടുക്കണം. എന്നാൽ സോഡിയത്തിനോ ആകെ ഒരൊറ്റ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ എനർജി കൊടുത്താൽ മതി, സന്തോഷമായിട്ട് അതും പോകും. അപ്പൊ ആർക്കായിരിക്കും അയണൈസേഷൻ എനർജി കുറവ്? ഇവിടെ ഡെഫിനറ്റ്ലി സോഡിയത്തിനായിരിക്കും, അല്ലേ? അതെ. പക്ഷെ ഇനി അയണൈസേഷൻ എനർജി നമ്മൾ വിചാരിക്കും ചാർജിന്റെ ബേസിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ ന്യൂക്ലിയർ ചാർജിന് ഡിപ്പെൻഡഡ് ആണ് അതെന്തായാലും. ഓക്കെ, അതായത് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിൽ എന്താണ്? റിമൂവ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് പക്ഷേ ഗ്രൂപ്പിലും പീരീഡിലും അതിന്റെ ട്രെൻഡ്സ് വ്യത്യാസമുണ്ട്, ഞാൻ പറയാം. പിന്നെന്താണ്? സൈസും വളരെയധികം ഇമ്പാക്ട് ചെയ്യും. ഉദാഹരണത്തിന് ഞാൻ പറയാണ്, നല്ല സൈസ് ഉണ്ട്. ഓക്കെ, അപ്പൊ സൈസ് ഉള്ളതിനെ നമുക്ക് റിമൂവ് ചെയ്യാനാണ്, സൈസ് ഉള്ളതിൽ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാനാണോ സൈസ് കുറഞ്ഞതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ എളുപ്പം? സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിങ്ങനെ അടുപ്പിച്ചങ്ങനെ കട്ടക്ക് നിൽക്കുക, അല്ലേ? അതുപോലെ നമ്മളിപ്പം ചുറ്റുമുള്ള എന്താണ് ഒരു ഗ്രൂപ്പ്, വലിയൊരു ഗ്യാങ്ങിന്റെ ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണ് എനിക്ക്. നമ്മളെ ഗ്രൂപ്പ്, നമ്മൾക്കിപ്പം ഏതൊരാളെടുത്താലും അവർക്കൊരു ക്ലോസ് സർക്കിൾ ഉണ്ടാവും, അല്ലേ? നമ്മൾ ഒരിക്കലും പിരിയാൻ പറ്റാത്ത രീതിയിൽ അടുപ്പമുള്ള കുറച്ച് പേര് നമ്മൾക്കുണ്ടാവും. ഒരു ക്ലോസ് ഫ്രണ്ട് സർക്കിളും റിലേറ്റീവായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ ഒരു ക്ലോസ് സർക്കിൾ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ക്ലോസ് സർക്കിളിൽ നിന്ന് ഒരാൾ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ഭയങ്കര വലുതായിരിക്കും, ഒരു 10-100 ആൾക്കാരുള്ള ഒരു ഫ്രണ്ട്സ്, അങ്ങനെ നടക്കാൻ സാധ്യതയില്ല. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ എന്ന് വെച്ചാൽ അത്ര വലിയൊരു ഫ്രണ്ട് സർക്കിൾ ആണെന്ന് വിചാരിക്കും. അപ്പൊ അതിൽ നിന്ന് ഒരാൾ പോയാൽ നിങ്ങൾ അറിയാൻ സാധ്യതയുണ്ടോ? ഇല്ല. ചിലപ്പോൾ നിങ്ങൾ അറിയായിരിക്കും, ചെറിയൊരു വിഷമമൊക്കെ തോന്നുക, ഒരാൾ പോയി. പക്ഷേ ഒരാൾ പോയാൽ ഇപ്പം 100 ആളുണ്ടെങ്കിൽ ബാക്കി 99 ആൾക്കാരുണ്ടല്ലോ. പക്ഷേ നമ്മുടെ ക്ലോസ് സർക്കിൾ എത്തിരിക്കും 5-6 ആൾക്കാരെ ഉണ്ടാവും. ഈ 5-6 ആൾക്കാരിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വേദന ഉണ്ടാക്കുമല്ലോ, ഉണ്ടാക്കും. പക്ഷെ ഇവിടെ വേദനയുടെ കാര്യം ഞാൻ പറയുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നമ്മൾ സൈസ് കുറയുമ്പോൾ ഇതിനെന്താണ് റിമൂവ് ചെയ്യാനുള്ള അതൊരു ടെൻഡൻസി ഭയങ്കര ഡിഫിക്കൽട്ട്. അയണൈസേഷൻ നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇത് എങ്ങനെ വരുന്നു? ഇപ്പൊ ഞാൻ പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൺസെപ്റ്റ് വെച്ച് നമ്മളൊരു പേര് കേൾക്കുമ്പോൾ അത് വെച്ചിട്ട് ആലോചിക്കേണ്ട ഒരു ടെൻഡൻസി നിങ്ങൾക്ക് വേണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇത് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അയണൈസേഷൻ എനർജിന്റെ ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ചാലേ, നിങ്ങൾ ആസ് വി മൂവ് ഫ്രം ടോപ്പ് ടു ബോട്ടം, നമ്മൾ ട്രെൻഡ് ആലോചിക്കുന്ന മുകളിൽ നിന്ന് താഴോട്ടും ലെഫ്റ്റ് ടു റൈറ്റും. ഇതാണ് നമ്മൾ ട്രെൻഡ്സ് ജനറലി. ഇപ്പൊ ക്രോസ് ആയിട്ട് നമ്മൾ ആലോചിക്കുന്നില്ല, കാരണം ക്രോസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. കാരണം പീരിയോഡിക് ടേബിൾ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്ത് ആറ്റോമിക് നമ്പർ 1 by 1 ഇങ്ങനെ കൂടുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. അല്ലാണ്ട് ക്രോസ് ആയിട്ട് നമുക്ക് റിലേഷൻഷിപ്പിൽ കാണാൻ ബുദ്ധിമുട്ടാണ്. ഉണ്ടാവും കേട്ടോ, അങ്ങനെ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ജനറലി ട്രെൻഡ്സ് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഒന്ന് ലെഫ്റ്റ് ടു റൈറ്റ്, എവിടെ? പീരീഡ്സിൽ. പിന്നെ ടോപ്പ് ടു ബോട്ടം, എവിടെ? അത് ഗ്രൂപ്പ്സിൽ. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നമ്മൾ ട്രെൻഡ്സ് ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ അയണൈസേഷൻ എനർജി ഗ്രൂപ്പിൽ എങ്ങനെയായിരിക്കും? ടോപ്പ് ടു ബോട്ടം അയണൈസേഷൻ എനർജി ഡിക്രീസസ്. താഴോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് അയണൈസേഷൻ എനർജി കൊടുത്താൽ മതി. കാരണം എന്താണ്? സൈസ് കൂടുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കാര്യം, സൈസ് ഇൻക്രീസസ്. അപ്പൊ എന്താണ് നമ്മൾ നോക്കിയാൽ മതി. ഗ്രൂപ്പിന്റെ കാര്യം ഞാൻ നിങ്ങളോട് ആദ്യം ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നമുക്ക് നമ്പർ ഓഫ് ഷെൽസ് കൂടുവേ. അപ്പൊ നമ്പർ ഓഫ് ഷെൽസ് കൂടുമ്പോൾ എന്താണ്? സൈസ് കൂടും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ന്യൂക്ലിയസ് ഇവിടെയാണേ, അവസാനത്തെ ഷെൽ ഇതാ ഇവിടെ കിടക്കുവാണ്. ഒന്നാമത്തെ ഷെല്ല് ഇവിടെ, രണ്ടാമത്തെ ഇവിടെ, 3 ഇവിടെ, 4 ഇവിടെ, 5 ഇവിടെ, 6ാമത്തെ ഷെല്ലിലാണ് ഇലക്ട്രോൺ കിടക്കുന്നത്. ഇത്ര 5 ഷെല്ലിലും നിറയെ ഇലക്ട്രോൺ. ഇതാ ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടാവും, ഇവിടെയും പിന്നെ വേറെ ഇലക്ട്രോൺസ് ഉണ്ടാവും, ഇവിടെയും വേറെ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇവരൊക്കെ കഴിഞ്ഞിട്ടാണ് അവസാനത്തെ ഈ ഷെല്ലിൽ ഇലക്ട്രോൺസ് കിടക്കുന്നുണ്ടാവുക, അല്ലേ? അപ്പൊ ഈ അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ എളുപ്പമായിരിക്കുമോ? എളുപ്പമായിരിക്കില്ലേ? സ്വാഭാവികമായിരിക്കും. അടുത്തതിൽ ഞാൻ 1, 2, 3, 4, 5, 5ാമത്തേലാണ് ഉള്ളത്. 6ലല്ല, 5ാമത്തേൽ. അടുത്തെടുത്ത് കഴിഞ്ഞാൽ 1, 2, 3, 4ാമത്തേൽ ഇലക്ട്രോൺ. അങ്ങനെ ഓരോന്നും നമ്മൾ പോകുമ്പോൾ എന്താണ്? ഷെൽസിന്റെ നമ്പർ കൂടിക്കൂടി വരും, അല്ലേ? അപ്പോൾ ഏറ്റവും ലൂസ് ആയിട്ട് ഇലക്ട്രോൺ എവിടെയാണ് നിൽക്കുന്നുണ്ടാവുക? ഏറ്റവും പുറത്തുള്ള ഷെല്ലായിരിക്കൂലേ? ഡെഫിനറ്റ്ലി ഏത് ആറ്റം എടുത്താലും ഏറ്റവും പുറത്തുള്ള ഷെല്ലിൽ ഇലക്ട്രോണിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ. ഇനി ആ ഷെല്ല് തന്നെ ന്യൂക്ലിയസിൽ നിന്ന് ഒരുപാട് ദൂരെ, കിലോമീറ്റേഴ്സ് എവയാണ് കിടക്കുന്നത്. അപ്പൊ ന്യൂക്ലിയസിന് എന്താണ്? ആ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ന്യൂക്ലിയസിനെ സംബന്ധിച്ച് ആരാണ്? നമ്മൾ നേരത്തെ ഫ്രണ്ട് സർക്കിൾ പറഞ്ഞതുപോലെ ന്യൂക്ലിയസ്, സെൻട്രലിലുള്ള ന്യൂക്ലിയസിനെ സംബന്ധിച്ച് അത് ആരാണ്? അവനങ്ങ് ദൂരെ കിടക്കുക. അവൻ പോകണമെങ്കിൽ പൊക്കോട്ടെ, അവനെ പിടിച്ചു നിർത്താൻ മാത്രം എനിക്ക് എനർജി ഇല്ല. ന്യൂക്ലിയസ് പറയും, ശരി, എന്നെ കൊണ്ട് വയ്യ, ഒരുപാട് ഷെൽസ് ആയി, അവസാനത്ത് അവനെ തൊടാനും പിടിക്കാനും എന്നെ കൊണ്ട് വയ്യ, പൊക്കോ, കുറച്ച് എനർജി കൊടുത്തിട്ട് അവനെ കൂട്ടി പൊക്കോ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കും. അപ്പൊ എന്താണ്? സൈസ് കൂടുന്നത് കൊണ്ട്
അയോണൈസേഷൻ എനർജി ഞാൻ IE എന്ന് ഡിനോട്ട് ചെയ്യാം കേട്ടോ. IE എന്താവും? അയണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യും. ഇനി പീരീഡിൽ എടുത്താലോ? പീരീഡിൽ നേരെ ഓപ്പോസിറ്റ് ആട്ടോ. പീരീഡിൽ അയണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യും. ഇവിടുന്ന് ലെഫ്റ്റ് റൈറ്റ് നമ്മൾ പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യും. അയണൈസേഷൻ എനർജി കൂടുമായിരുന്നു. കാരണം എന്താ? നമ്മൾ നോക്കിയേ, ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിൽ ഇപ്പൊ 2 ഷെല്ലേ ഉള്ളൂ. അടുത്തതിൽ പോയി കഴിഞ്ഞാലും 2 ഷെല്ല്, അങ്ങനെ 2 ഷെല്ലേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, സൈസ് കുറഞ്ഞു വരുന്നുണ്ട്. സൈസ് കുറഞ്ഞു വരുന്ന കാരണം എന്താണ്? നമ്മുടെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിന്റെ മുകളിലുള്ള ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പൊ എന്താണ്? ആറ്റം ഇങ്ങനെ കുറച്ച് നല്ല ടൈറ്റായി പിടിച്ചിരിക്കും. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ ഒന്നുമില്ല, ഇലക്ട്രോണൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് പിടിക്കും. വിടില്ലടാ നിന്നെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പിടിച്ചിരിക്കുക. നമ്മൾ ഈ ക്ലോസ് ഫ്രണ്ട് സർക്കിൾ ഇങ്ങനെ ആലോചിച്ച് പിടിച്ചങ്ങനെ ഇരിക്കുവാണ്, ഒരു തരത്തിലും വിടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരെ റിമൂവ് ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ എന്താ സംഭവിക്കുക? ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ, 3 ഇലക്ട്രോൺസ് ഉള്ള 3 ആൾക്കാർ വേറെ 3 ഇലക്ട്രോൺസുമായിട്ട് 3 പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസ് 3 ഇലക്ട്രോണുമായിട്ട് അവിടെ നിൽക്കുക. എന്നാൽ ഏറ്റവും റൈറ്റ് സൈഡ് പോവുകയാണെങ്കിൽ അവിടെ ആരാണ്? ഫ്ലൂറിൻ കിടക്കുന്നുണ്ട്. ഫ്ലൂറിൻ എത്രയാണ്? അവിടെ 9 ഇലക്ട്രോൺസും 9 പ്രോട്ടോൺസ്, അത്രയ്ക്ക് ശക്തിയിൽ കട്ടൊക്കെ പിടിച്ച് നിൽക്കുവാണ്. അപ്പൊ എന്താ സംഭവിക്കുക? സൈസ് കുറയുന്നുണ്ട്. പക്ഷെ സൈസ് കുറയുന്നത് കൊണ്ടല്ല. എന്താ റീസൺ എന്താണ്? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ്? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? സൈസ് ഡെഫിനറ്റ്ലി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അയണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യുന്നു ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. 2 ട്രെൻഡ്സും ക്ലിയർ ആയല്ലോ. ഗ്രൂപ്പിലാകുമ്പോൾ എന്താണ്? ടോപ്പ് ടു ബോട്ടം അയണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യും. കാരണം എന്താണ്? അവിടെ സൈസ് കൂടുന്നു, ഷെൽസിന്റെ നമ്പർ കൂടുന്നു. സോ ഇറ്റ് വിൽ ബി ഈസി ടു റിമൂവ് ദ ഇലക്ട്രോൺസ് ഫ്രം ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. ഇനി പീരീഡ്സ് എടുത്താലോ? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് ഡിക്രീസസ്. സോ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു റിമൂവ് ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺ. വൈ? Because the nuclear charge will be increasing from left to right. So electrons, the force of attraction between the nucleus and the electrons will be high. So it will be difficult to remove the outermost shell electron. ഓക്കെ, അത് വലിയ സെന്റൻസ് ആണ്. പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുമ്പോൾ ഏറ്റവും പുറത്തുള്ള ഇലക്ട്രോണിനെ നന്നായിട്ട് അട്രാക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല. സോ റിമൂവ് ചെയ്യാനുള്ള എനർജി ആണല്ലോ വേണ്ടത്. റിമൂവ് ചെയ്യാൻ പറ്റാതില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുറേ എനർജി കൊടുക്കണം. സോ അതുകൊണ്ട് അയണൈസേഷൻ എനർജി കൂടുതലാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 3ാമത്തെ ട്രെൻഡാണ് മെറ്റാലിക് ക്യാരക്ടർ. നേരത്തെ പഠിച്ച 2 സാധനം ക്ലിയർ ആണെങ്കിൽ ഒന്നും വേണ്ട. ആദ്യത്തെ ആറ്റോമിക് സൈസും ന്യൂക്ലിയർ ചാർജ് അതുപോലത്തെ കാര്യം ക്ലിയർ ആയി തന്നെ ബാക്കി എല്ലാ ട്രെൻഡ്സും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. സോ ഇതിനും വേറെ വ്യത്യാസമൊന്നുമില്ല. മെറ്റാലിക് ക്യാരക്ടർ എന്താണ്? മെറ്റാലിക് ക്യാരക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ദ അബിലിറ്റി ഓഫ് എൻ ആറ്റം ടു ലൂസ് ഇലക്ട്രോൺ. അതായത് ആറ്റത്തിന് ഇലക്ട്രോൺ ലൂസ് ചെയ്യാനുള്ള ആ ഒരു കഴിവില്ലേ, അതാണ് നമ്മൾ മെറ്റാലിക് ക്യാരക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ എന്ന് പറയാം. ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ എന്ന് എന്തുകൊണ്ടാണ് മക്കളെ പറയുന്നത്? നമ്മൾ ഇലക്ട്രോൺ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാവുക? ഒരു പോസിറ്റീവ് ചാർജാണ് ഉണ്ടാവുക. ഇലക്ട്രോൺ പോയി, നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ എങ്ങോട്ടോ പോയി. അപ്പൊ ബാക്കി ആടെ അവരുണ്ടാവുക, അവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും. അതുകൊണ്ടാണ് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ എന്ന് പറയുന്നത്. മെറ്റൽ ആവണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? മെറ്റലിന്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി എന്താണ്? അതിൽ ഇലക്ട്രോൺ ലോസ് ചെയ്യാൻ പറ്റണം. സോ ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടർ നമ്മൾ എന്ത് പറയും? ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ. ഓക്കെ, സോ ഇതേ കൂടെ തന്നെ നമ്മൾ പറയാം മെറ്റാലിക് ക്യാരക്ടർ നോൺ മെറ്റാലിക് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്താണ്? മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. ഓക്കെ ആണല്ലോ? മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. ആ കാര്യം ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് ഐഡിയ ആണ്. അതായത് ഇലക്ട്രോൺ ലോസ് ചെയ്യണം. അപ്പൊ ഇലക്ട്രോൺ ലോസ് ചെയ്യുന്ന പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഐഡിയ പോകണം. ഇലക്ട്രോൺ ലോസ് ചെയ്യുന്ന കാര്യം നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തില്ലോ, അയണൈസേഷൻ എനർജി അല്ലേ? ഇലക്ട്രോൺ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും ലോവസ്റ്റ് എനർജി കൊടുക്കാൻ പറ്റുന്ന ആരാണോ, അപ്പൊ അവരായിരിക്കും ഏറ്റവും അയണൈസേഷൻ എനർജി കുറഞ്ഞ ആളായിരിക്കും ആര്? ഏറ്റവും നല്ല മെറ്റാലിക് ക്യാരക്ടർ അല്ലേ? അതാണ് അബിലിറ്റി ഓഫ് എൻ ആറ്റം ടു ലൂസ് ഇലക്ട്രോൺ. ആറ്റത്തിന് പെട്ടെന്ന് ഇലക്ട്രോൺ ലോസ് ചെയ്യാൻ പറ്റും. അതിനർത്ഥം എന്താണ്? അതിനെ ഇലക്ട്രോൺ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ കുറച്ച് എനർജി കൊടുത്താൽ മതി. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്തായിരിക്കും? ഡിപ്പെൻസ് ഓൺ ദ അബിലിറ്റി ഓഫ് എൻ ആറ്റം ടു ഗെയിൻ ഇലക്ട്രോൺ. അതായത് ഇലക്ട്രോൺ നമുക്ക് ലോസ് ചെയ്യാൻ പറ്റില്ല. ലോസ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ ഉള്ള എലമെന്റ്സ് നമ്മൾ എന്താ പറയാം? നോൺ മെറ്റാലിക് എലമെന്റ്സ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ നേരത്തെ പോലെ തന്നെ ഡിസ്കഷൻ ഗ്രൂപ്പും പീരീഡ്സും എടുത്ത് നമുക്ക് നോക്കാം. അപ്പൊ ഗ്രൂപ്പിൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കും സംഭവിക്കുക? മെറ്റാലിക് ക്യാരക്ടർ കൂടുക കുറയും? ഡെഫിനറ്റ്ലി കൂടും. കാരണം എന്താണ്? സൈസ് കൂടുന്നുണ്ട്. സൈസ് കൂടുമ്പോൾ എന്താണ്? ഔട്ടർമോസ്റ്റ് ഷെൽ ഇലക്ട്രോൺ ഉണ്ട്, നമുക്ക് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ അയണൈസേഷൻ എനർജി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു എന്താണ്? ടോപ്പ് ടു ബോട്ടം ഷെല്ലിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യും. ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്ക് ന്യൂക്ലിയസിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എത്തില്ല. അത്രയും ദൂരം പോയിട്ട് അട്രാക്ട് ചെയ്യാനുള്ള കഴിവൊന്നും ന്യൂക്ലിയസില്ല, അത്രയ്ക്കും എനർജി ഒന്നും ഇല്ല.
അപ്പൊ പുള്ളിക്കാരൻ എന്താ പറയുക, നിങ്ങൾ കുറച്ച് എനർജി കൊടുത്തിട്ട് ഇലക്ട്രോൺ അങ്ങ് ഒഴിവാക്കും. അപ്പൊ ഇലക്ട്രോൺ എത്ര പെട്ടെന്ന് ലോസ് ചെയ്യും, അത്ര തന്നെ നല്ല മെറ്റാലിക് ക്യാരക്ടർ ഉണ്ടാവും. സോ ഹൈഡ്രജൻ ആയിരിക്കും ഇതിൽ ലോവസ്റ്റ് മെറ്റാലിക് ക്യാരക്ടർ, ഏറ്റവും മെറ്റാലിക് ക്യാരക്ടർ. റുബീഡി ആയിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ മെറ്റാലിക് ക്യാരക്ടർ. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ പീരീഡ്സിൽ എന്തായിരിക്കും മക്കളെ, പീരീഡ്സിൽ നേരെ തിരിച്ചിട്ടായിരിക്കും. ആസ് വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് ദ പീരീഡ്, മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ് ഓർ നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്താണ്, ഇൻക്രീസസ്. നേരത്തെ എന്താണ്, നേരത്തെ ടോപ്പ് ടു ബോട്ടം മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും, അപ്പൊ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡെഫിനറ്റ്ലി ഡിക്രീസ് ചെയ്യല്ലോ. പക്ഷെ പീരീഡിന്റെ കാര്യത്തിൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും, മെറ്റാലിക് ക്യാരക്ടറാണ് ഡിക്രീസ് ചെയ്യുന്നത്. കാരണം എന്താ, നിങ്ങൾ ലെഫ്റ്റ് റൈറ്റ് പോയി നോക്കി എന്താ പറയുക, സൈസ് കുറയും, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണുമായിട്ടുള്ള ന്യൂക്ലിയസിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും, അപ്പൊ ഇലക്ട്രോൺ ലോസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. ഇലക്ട്രോൺ ലോസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ മെറ്റാലിക് ക്യാരക്ടർ കുറഞ്ഞു വരുക. മെറ്റാലിക് ക്യാരക്ടർ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരാവും, പിന്നെ നമുക്ക് നോൺ മെറ്റാലിക് ക്യാരക്ടർ അങ്ങ് കൂടി വരുന്നതിനർത്ഥം അല്ലേ. നിങ്ങൾ പോസിറ്റീവ് ആയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നെഗറ്റീവ് ആയി പോവാന്നൊക്കെ പറയുന്നത് പോലെ അതുപോലത്തെ ഒരു ടെൻഡൻസിയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. നിങ്ങൾ ജയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തോറ്റു പോവാന്നുള്ളൊരു അർത്ഥം. കളിയിൽ ഞാൻ കുറേയൊക്കെ ഫുട്ബോളിലൊക്കെ ഞാൻ കുറേ നോക്കുമ്പോൾ എതിർ ടീം ഇങ്ങനെ ഗോൾ അടിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ എന്നിട്ട് നമ്മൾ എന്താ ജയിക്കാത്തതെന്ന് ചോദിച്ചാൽ എന്താ കാരണം, എതിർ ടീം ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്നു, അതിന് അർത്ഥം നമ്മൾ ജയിക്കുന്നതല്ല, നമ്മൾ തോറ്റുകൊണ്ടേയിരിക്കുക എന്നാണ്. സോ അതുപോലെ തന്നെ മെറ്റാലിക് ക്യാരക്ടർ കൂടി വരുമ്പോൾ അതിനർത്ഥം എന്താണ്, നോൺ മെറ്റാലിക് ക്യാരക്ടർ കുറഞ്ഞു വരും. എന്നാൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടി വരുന്നു എന്ന് പറയുന്നത് മെറ്റാലിക് ക്യാരക്ടർ കുറഞ്ഞു വരും. സോ ഇവിടെ എന്താണ് മക്കളെ സംഭവിക്കുന്ന പീരീഡിൽ, നമ്മളുടെ നമ്പർ ഓഫ് ഷെൽസ് സെയിം ആണ്, പക്ഷേ സൈസ് കുറയുന്നുണ്ട്. കാരണം എന്താണ്, ന്യൂക്ലിയർ ചാർജ് കൂടുന്നു, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കുള്ള അട്രാക്ഷൻ കൂടുന്നു, സോ അയണൈസേഷൻ എനർജി ഒക്കെ കുറവാണ്, കൂടുതലാണ്, കൂടി വരും. അപ്പം ഇലക്ട്രോണിനെ ലോസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. സോ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് ദ പീരീഡ്. ഓക്കെ. അപ്പോൾ നോൺ മെറ്റാലിക് ക്യാരക്ടറിന്റെ കാര്യം നമ്മൾ പറയാം, നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. എന്താണ്, decreases as we move down the group because metallic character definitely increases down the group. Increases as we move from left to right along a period. പീരീഡിൽ അത് കൂടി വരും. നേരത്തെ പറഞ്ഞ അതേ കാര്യം ഓപ്പോസിറ്റ് ആയിട്ട് ആലോചിച്ചാൽ മതി. ഓക്കെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, ഞാൻ പേരൊന്നും നിങ്ങൾ പറയണ്ട. ഐഡന്റിഫൈ ദ എലമെന്റ്സ് വിത്ത് ഹൈ ആൻഡ് ലോ മെറ്റാലിക്, നോൺ മെറ്റാലിക് ക്യാരക്ടർ. അപ്പൊ എന്താ ചോദിച്ചത്, നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പറയണ്ടേ എലമെന്റ്സ് നിങ്ങൾ ഐഡന്റിഫൈ ഗ്രൂപ്പ് പീരീഡിൽ, അതായത് പീരിയോഡിക് ടേബിൾ എവിടെയായിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ പേരൊന്നും പറയേണ്ട ആവശ്യമില്ല. പീരിയോഡിക് ടേബിൾ എവിടെയാണ്, പേര് നിങ്ങൾ പിന്നെ പീരിയോഡിക് ടേബിൾ റെഫർ ചെയ്ത് നിങ്ങൾ അതിന്റെ പേര് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ആലോചിക്കേണ്ടത് എവിടെയായിരിക്കും അത് കാണാൻ പറ്റുക. പീരിയോഡിക് ടേബിൾ ഒന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ല, നിങ്ങളുടെ മനസ്സിൽ ആലോചിച്ച് കണ്ടുപിടിക്കണം, പ്രെഡിക്റ്റ് ചെയ്യണം എവിടെയായിരിക്കും. നമ്മൾ ഹിസ്റ്ററി നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മെന്റലീഫ് പ്രെഡിക്റ്റ് ചെയ്തു, ചില കോളത്തിൽ ഗ്യാപ്പൊക്കെ ഒഴിവാക്കി വെച്ചിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ ഇത്ര മാസമുള്ള ഈ ഒരാൾ വരാൻ സാധ്യതയുണ്ട്. സോ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുക. എന്താണ് ആദ്യത്തെ പ്രഡിക്ഷൻ, ഹൈ മെറ്റാലിക് ക്യാരക്ടർ. ഹൈ മെറ്റാലിക് ക്യാരക്ടറുള്ള ആൾ എവിടെയായിരിക്കും ഉണ്ടാവുക, ഹൈ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് ഇലക്ട്രോൺ പെട്ടെന്ന് ലോസ് ചെയ്യാൻ പറ്റണം. ഇലക്ട്രോൺ പെട്ടെന്ന് ലോസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എവിടെയായിരിക്കും ഉണ്ടാവുക, എന്തായാലും ലെഫ്റ്റ് ടു റൈറ്റ് എന്താണ്, ഇലക്ട്രോൺ ലോസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവാണ്. അതെ, ഇലക്ട്രോൺ ലോസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവ്. അപ്പോൾ എന്താണ്, ലെഫ്റ്റ് മോസ്റ്റ് സൈഡ്, പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും എന്തുണ്ടാവുക, മെറ്റാലിക് ക്യാരക്ടർ കൂടിയ ആൾക്കാർ ഉണ്ടാവുക, ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ. ആ ലെഫ്റ്റ് സൈഡിൽ തന്നെ മെറ്റാലിക് ക്യാരക്ടർ എങ്ങനെയാണ് കൂടുന്നത്, ടോപ്പ് ടു ബോട്ടം കൂടി വരുവാണ്. അപ്പൊ ഏറ്റവും മെറ്റാലിക് ക്യാരക്ടർ ആയിട്ടുള്ള ആൾ എവിടെയായിരിക്കും ഉണ്ടാവുക, എവിടെയാണ്, ബോട്ടം ലെഫ്റ്റ് കോർണർ ആയിരിക്കും അല്ലേ. ലെഫ്റ്റ് സൈഡ് ആണ് മെറ്റാലിക് ക്യാരക്ടർ കൂടിയ ആൾക്കാർ ഉണ്ടാവുക, ആ ലെഫ്റ്റ് സൈഡിൽ തന്നെ ടോപ്പ് ടു ബോട്ടം ആണ് കൂടുന്നത്. സോ ബോട്ടം ലെഫ്റ്റ് ആയിരിക്കും ആര്, ഏറ്റവും മെറ്റാലിക് ക്യാരക്ടർ. എന്നാൽ ലോ മെറ്റാലിക് ക്യാരക്ടർ എവിടെയായിരിക്കും, അപ്പം ലോ മെറ്റാലിക് ക്യാരക്ടർ എവിടെയായിരിക്കും, ലോ മെറ്റാലിക് ക്യാരക്ടർ എവിടെയായിരിക്കും, സംശയമുണ്ടോ ഇല്ല, ടോപ്പ് റൈറ്റ് ആയിരിക്കും അപ്പോൾ അല്ലേ. ലെഫ്റ്റ് ടു റൈറ്റ് മെറ്റാലിക് ക്യാരക്ടർ കുറഞ്ഞു വരുവാണ്. അപ്പൊ മെറ്റാലിക് ക്യാരക്ടർ ഏറ്റവും കുറഞ്ഞ ആൾ എവിടെയാണ് ഉണ്ടാവുക, ഏറ്റവും റൈറ്റ് സൈഡിലായിരിക്കും. ഇനി ഏത് ഗ്രൂപ്പ് എടുത്താലും ആ ഗ്രൂപ്പിൽ ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാർ മെറ്റാലിക് ക്യാരക്ടർ കുറവും താഴെയുള്ള ആൾക്കാർ മെറ്റാലിക് ക്യാരക്ടർ കൂടുതലായിരിക്കും. സോ ഏറ്റവും റൈറ്റ് സൈഡിൽ ഒന്നാമതേ മെറ്റൽ ഇല്ലാത്ത ആൾക്കാർ, ഇനി ആ മെറ്റൽ ഇല്ലാത്ത ആൾക്കാരുടെ ഗ്രൂപ്പിൽ തന്നെ ഏറ്റവും മെറ്റാലിക് ക്യാരക്ടർ കുറഞ്ഞ ആളായിരിക്കും, ഏറ്റവും ടോപ്പിലുള്ള ആൾ. സോ ടോപ്പ് റൈറ്റിലുള്ള ആളായിരിക്കും. ഇതാരാണെന്ന് നിങ്ങൾ പീരിയോഡിക് ടേബിൾ നോക്കിയിട്ട് കണ്ടോ. നിങ്ങൾ അവസാനമുള്ള നോബിൾ ഗ്യാസസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് കേട്ടോ, അവരെ നമ്മൾ എണ്ണത്തിൽ കൂട്ടുന്നില്ല, അവരെ നിങ്ങൾ വേറെ വെച്ച് ഏറ്റവും 18ാമത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ വേണ്ട, 17 ഗ്രൂപ്പുകളിലുള്ള ആൾക്കാർ നോക്കിയാൽ മതി. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഹൈ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും, ബോട്ടം ലെഫ്റ്റിലുള്ള എലമെന്റ് പ്രത്യേകം എന്തായിരിക്കും, അതിന് ലോ നോൺ മെറ്റാലിക് ക്യാരക്ടർ. ഇവിടെ ടോപ്പ് റൈറ്റിലുള്ള ആൾ എന്തായിരിക്കും, അവിടെ ലോ മെറ്റാലിക് ആണ്. സോ ഹൈ നോൺ മെറ്റാലിക് ക്യാരക്ടർ. മനസ്സിലായല്ലോ. ഓക്കെ. അടുത്ത ചോദ്യം എന്താണ്, വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അയണൈസേഷൻ എനർജി
ആൻഡ് മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടർ. എന്താണ് സംശയം ഉണ്ടോ? നമ്മൾ ഇതുവരെ പറഞ്ഞത് വെച്ചിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായി. എന്താണ് മെറ്റാലിക് ക്യാരക്ടർ എന്ന് വെച്ചാൽ എന്താണ്? അബിലിറ്റി ഓഫ് എൻ എലമെന്റ് ആറ്റം ടു ലോസ് ഇലക്ട്രോൺ. അപ്പോൾ നന്നായി ലോസ് ചെയ്യാൻ പറ്റുന്ന ആറ്റംസ് എന്തായിരിക്കും? നല്ല മെറ്റാലിക് ആയിരിക്കും. അപ്പൊ നന്നായി ലോസ് ചെയ്യുന്ന മെറ്റലിന്റെ പ്രത്യേകത എന്താണ്? അവർക്ക് അയോണൈസേഷൻ എനർജി എന്തായിരിക്കും? ലോ ആയിരിക്കും. ഓക്കെ, അപ്പൊ നോൺ മെറ്റാലിക് ആണെങ്കിലോ? നോൺ മെറ്റാലിക് ആണെങ്കിൽ അയോണൈസേഷൻ എനർജി ഹൈ ആയിരിക്കും. അപ്പൊ എന്താണ് നമുക്ക് പറയാൻ പറ്റുക? അയണൈസേഷൻ എനർജി കൂടുവാണെങ്കിൽ അതിന്റെ നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടും. അയണൈസേഷൻ എനർജി കുറയുകയാണെങ്കിൽ അതിന്റെ മെറ്റാലിക് ക്യാരക്ടർ കൂടും. അപ്പൊ മനസ്സിലായോ? എന്താണ് അപ്പൊ മെറ്റാലിക് ക്യാരക്ടർ എന്തിന് ഡയറക്ട്ലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്? മെറ്റാലിക് ക്യാരക്ടർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അയണൈസേഷൻ എനർജി. അപ്പൊ എന്താണ്? അയണൈസേഷൻ എനർജി കൂടുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കുറയും, അയണൈസേഷൻ എനർജി കുറയുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കൂടും. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ നമുക്കിനി അവസാനത്തെ, നമ്മൾ ഈ ഒരു പോർഷനിൽ പഠിക്കാൻ പോകുന്ന അവസാനത്തെ ട്രെൻഡ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. അതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ചിത്രം, ഒരു സ്റ്റോക്ക് ഇമേജ് ആണ്, ഒരു വടംവലിയുടെ ചിത്രം. അപ്പൊ വടംവലി എന്ന് വെച്ചാൽ എന്താണ്? ഒരു സൈഡിൽ നിന്ന് രണ്ട് സൈഡിലെ ആൾക്കാർ, ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മത്സരിച്ചിട്ട് എന്താണ് അവരുടെ ഭാഗത്തേക്ക് ആ ഒരു കയറിനെ വലിച്ചു കൊണ്ടുവരുന്ന ജയിക്കും. അതാണല്ലോ. അതായത് നമ്മൾ ഏത് കളിയിൽ എന്താണ് മുന്നോട്ട് പോയാൽ ജയിക്കും എന്ന് പറയും. പക്ഷേ ഈ വടംവലിയുടെ മാത്രം ഒരു പ്രത്യേകത, നമ്മൾ പിന്നോട്ട് പോയാൽ മാത്രം ജയിക്കും. അപ്പം ക്രിക്കറ്റിലൊക്കെയാണ് കൂടുതൽ റണ്ണെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജയിക്കും, അല്ലെ? അവരെ ക്രോസ് ചെയ്താൽ ജയിക്കും. ഫുട്ബോളിലാണെങ്കിലും ആ ഗോൾ നമ്പർ ക്രോസ് ചെയ്താൽ ജയിക്കും. പക്ഷെ ഇവിടെ മുന്നോട്ടേക്ക്, ഇപ്പോൾ ഓട്ട മത്സരങ്ങൾ മുന്നോട്ട് ഓടി ഏറ്റവും മുന്നിലെത്തുന്ന ആൾ ജയിക്കും. പക്ഷേ വടംവലിയിൽ എന്താണ്? നമ്മൾ പിന്നോട്ടേക്ക് എത്ര നന്നായി വലിക്കാൻ പറ്റുന്നു അവർ ജയിക്കും. പിന്നോട്ട് പോയാൽ മാത്രം ജയിക്കാൻ പറ്റുന്ന ഒരു കളി എന്നൊക്കെ പറഞ്ഞിട്ട് തമാശ പറയുന്നതാണ്. സോ ഇവർ ജയിക്കാൻ സാധ്യതയുള്ള ടീമിന്റെ പ്രത്യേകത എന്താ? പ്രത്യേകത എന്തായിരിക്കും? നന്നായിട്ട് ആ ഒരു ഫോഴ്സിൽ ഒരു സൈഡിലേക്ക് വലിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും ജയിക്കുന്നത്, ആണല്ലോ. സോ ഞാനൊരു ബോണ്ട് എടുക്കും. ഒരു ബോണ്ട് ഉണ്ട്, നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചു, കോവാലന്റ് അയണിക് ബോണ്ടിങ് പഠിച്ചു. സോ ഒരു ബോണ്ട് ഉണ്ടെന്ന് വരിക. ആ ഒരു ബോണ്ടിൽ രണ്ട് ആറ്റംസ് ഉണ്ടാവും. അപ്പം ഇത് വലിച്ചുകൊണ്ട് പോകുന്ന ഞാൻ പറയുന്നില്ല. ആ ഒരു രണ്ട് ആറ്റംസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാറ്റം അതായത് രണ്ടാറ്റം, ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഒരു വാട്ടർ മോളിക്യൂൾ എടുക്കാം. അപ്പൊ വാട്ടർ മോളിക്യൂൾ എടുത്താൽ ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് ആറ്റവും കൂടി ഷെയർ ചെയ്തിട്ട്, ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്, നമ്മൾ പഠിച്ചു. സോ ഇലക്ട്രോൺ ഷെയർ ചെയ്താലും ഇതിൽ ഒരാറ്റം എന്ത് ചെയ്യുന്നു? കുറച്ച് നന്നായിട്ട് ഇലക്ട്രോൺ ഇങ്ങോട്ട് വലിക്കും. ബോണ്ടിൽ ഇലക്ട്രോൺസ് ഷെയർ ചെയ്ത ഇലക്ട്രോൺസിന് ഈ ഒരു ആറ്റം നന്നായി വലിക്കും. കാരണം എന്താണ്? അതിന്റെ ന്യൂക്ലിയർ ചാർജ് നമ്മൾ പറഞ്ഞു, ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ അതിന് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. അപ്പൊ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്യും? ബോണ്ടിൽ ഇലക്ട്രോൺസ് ഉണ്ടാവും. പക്ഷെ ഒരാറ്റം വിചാരിക്കും, ബോണ്ടിൽ ഇലക്ട്രോൺസ് ഉണ്ട്, പക്ഷെ എന്നാലും എൻ്റെ ഒരു ശക്തി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ലൂസ് ആയിട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. ബോണ്ടിൽ ഇലക്ട്രോൺസ് ആ പുള്ളിക്കാരൻ കുറച്ച് അതിന്റെ സൈഡിലൊക്കെ പുള്ള് ചെയ്യും. സോ ഈ പുള്ളിങ് എഫക്റ്റ് പല ആറ്റത്തിനും പലതായിരിക്കും. സോ ഈ പുള്ളിങ് എഫക്റ്റിന് പറയുന്ന ടേം ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ലീനസ് പോളിംഗ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലൊക്കെ ആക്കിയിട്ടുണ്ട്. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ കാര്യം അങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ ഉണ്ട്. എന്താണ്? നമ്മൾ മെറ്റാലിക് ക്യാരക്ടർ പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്താണ്? അബിലിറ്റി ഓഫ് എൻ ആറ്റം ടു ലൂസ് ഇലക്ട്രോൺ. അതിനാണ് നമ്മൾ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ എന്ന് പറയുന്നത്. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്തായിരിക്കും? ഇലക്ട്രോ നെഗറ്റീവ് ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ്. എന്താണ്? കപ്പാസിറ്റി ഓഫ് എൻ ആറ്റം ടു അട്രാക്ട് ദ ബോണ്ടഡ് ഇലക്ട്രോൺ ഇൻ എ മോളിക്യൂൾ ഈസ് കോൾഡ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം. ബോണ്ട് ആയിക്കഴിഞ്ഞാൽ ആ ബോണ്ടിലുള്ള ഇലക്ട്രോൺസിനെ കൂടുതൽ തന്റെ സൈഡിലേക്ക് പുള്ള് ചെയ്യാനുള്ള ഒരാറ്റത്തിന്റെ ആ ഒരു ടെൻഡൻസി, ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു അബിലിറ്റി ഉണ്ടല്ലോ, അതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റി ബേസിക്കലി എങ്ങനെയായിരിക്കും? അബിലിറ്റി എങ്ങനെയായിരിക്കും കൂടുന്നത്? നമ്മൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി പറഞ്ഞോ, അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ്. ആ ഓർഡർ എന്തായിരിക്കും? ഇലക്ട്രോ പോസിറ്റിവിറ്റി അഥവാ മെറ്റാലിക് ക്യാരക്ടർ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അതിന്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ്, അതായത് നോൺ മെറ്റാലിക് ക്യാരക്ടറിന്റെ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അത് തന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റി. എന്താണ്? ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് ആൻഡ് ഇൻക്രീസസ് അലോങ് ദ പീരീഡ്. അത്രയാണ്. മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒരു ഗ്രൂപ്പിൽ പോകുമ്പോൾ നമ്മൾ കണ്ടു അതിന്റെ മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നു, അതായത് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ കൂടുന്നു. സോ ടോപ്പ് ടു ബോട്ടം എന്തായിരിക്കും? നമ്മൾ ഇലക്ട്രോ നെഗറ്റീവ് ക്യാരക്ടർ കുറയുമല്ലോ, കുറയും. അത് തന്നെയാണ് ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഇനി ലെഫ്റ്റ് ടു റൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ മെറ്റാലിക് ക്യാരക്ടർ കുറയും, നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടും. സോ അതിനർത്ഥം എന്താണ്? ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടറും ലെഫ്റ്റ് ടു റൈറ്റ് ഡിക്രീസ് ചെയ്യും. സോ ഇലക്ട്രോ നെഗറ്റീവ് ക്യാരക്ടർ ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസ് ചെയ്യും. ഈസി ആണല്ലോ, വളരെ ഈസി. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം ഇലക്ട്രോ നെഗറ്റിവിറ്റിയെ ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആവും. ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് എലമെന്റ് വിത്ത് ലോവസ്റ്റ് ഇലക്ട്രോ, ഏറ്റവും കുറഞ്ഞ ഇലക്ട്രോ നെഗറ്റിവിറ്റി എവിടെയായിരിക്കും? അത് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഉള്ള എലമെന്റ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഉള്ള എലമെന്റ് ആയിരിക്കും ആരായിരിക്കും? ഹയസ്റ്റ് ഇലക്ട്രോ പോസിറ്റിവിറ്റി. അയാൾ ആരായിരിക്കും? ഇലക്ട്രോ പോസിറ്റിവിറ്റി ആരായിരിക്കും? ഏറ്റവും ഹയസ്റ്റ് മെറ്റാലിക് ക്യാരക്ടർ ആയിരിക്കും.
ഹയസ്റ്റ് മെറ്റാലിക് ക്യാരക്ടർ ആരാണ്? നമ്മൾ കണ്ടു ബോട്ടം ലെഫ്റ്റ് ഉള്ള ആളായിരിക്കും ഏറ്റവും ഹയസ്റ്റ് മെറ്റാലിക് ക്യാരക്ടർ. സോ ആ പുള്ളിക്കാരൻ തന്നെയായിരിക്കും ഏറ്റവും ലോവസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഓക്കെ, ഇതൊക്കെ ഞാൻ പറയുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഞാൻ ഒരു എലമെന്റിന്റെ പേര് ഒന്നും പറഞ്ഞില്ല, അതൊക്കെ നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു. ഇത് പ്രഡിക്ഷൻ ആണ്. പ്രെഡിക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് തരുന്ന ഞാൻ ഒരു വർക്കാണ്. നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ പീരിയോഡിക് ടേബിളിൽ കാണിക്കും. ഇപ്പൊ നിങ്ങൾ പീരിയോഡിക് ടേബിൾ എന്നിട്ട് നിങ്ങൾക്ക് തന്നെ പല ചോദ്യങ്ങളും ഉണ്ടാക്കാം. അതായത് ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, 14ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയത് ആരായിരിക്കും? അപ്പൊ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക ആരായിരിക്കും എന്നുള്ളത് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ 5ാമത്തെ പീരീഡിൽ ഏറ്റവും കൂടുതൽ മെറ്റാലിക് ക്യാരക്ടർ ഉള്ളത് ആരായിരിക്കും, അല്ലെ ഏറ്റവും കുറവ് മെറ്റാലിക് ക്യാരക്ടർ ഉള്ളത് ആരായിരിക്കും? അല്ലെങ്കിൽ 3ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും അയണൈസേഷൻ എനർജി കൂടിയത് ആരായിരിക്കും? ഇതുപോലുള്ള കൂടിയ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം ഉണ്ടാക്കി നോക്കാം പീരിയോഡിക് ടേബിൾ തുറന്നു വെച്ചിട്ട്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആൻഡ് സൈസ് ഓഫ് ആൻ ആറ്റം? എന്തായിരിക്കും ഇലക്ട്രോ നെഗറ്റിവിറ്റി സൈസുമായിട്ടുള്ള എന്താ റിലേഷൻ? ഇൻവേഴ്സ് റിലേഷൻ ആയിരിക്കും അല്ലേ? കാരണം ടോപ്പ് ടു ബോട്ടം മെറ്റാലിക്, അതായത് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ കൂടുന്നു. അതെന്തുകൊണ്ടാണ്? അതിന്റെ സൈസ് കൂടുന്നത് കൊണ്ടാണ് ഇലക്ട്രോണിനെ ലോസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ സൈസ് കൂടിക്കഴിഞ്ഞ് ഇലക്ട്രോണിനെ ലോസ് കഴിഞ്ഞാൽ ആ ആറ്റത്തിന് ഇലക്ട്രോണിനെ പുള്ള് ചെയ്യാനുള്ള കഴിവ് കൂടുവോ കുറയോ? കുറയും. കാരണം അതിന് ഇലക്ട്രോൺ ലോസ് ചെയ്യാനുള്ള ടെൻഡൻസി. പിന്നെ കഷ്ടപ്പെട്ട് പിടിച്ചേക്കാൻ നിൽക്കുവോ? ഇല്ല. അപ്പൊ എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് റിലേഷൻ ആണ് സൈസുമായിട്ട്? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആറ്റോമിക് സൈസ്. അപ്പൊ എന്താണ്? സൈസ് കൂടുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും. അപ്പൊ അതിന്റെ തിരിച്ചും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുമ്പോൾ സൈസ് കുറയും. ഇലക്ട്രോ നെഗറ്റിവിറ്റി ആൻഡ് മെറ്റാലിക് ക്യാരക്ടർ ആർ ദ റിലേറ്റഡ്? ഡെഫിനറ്റ്ലി. എന്താണ്? ഇൻവേഴ്സ് റിലേഷൻ. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഞാൻ ഇ എന്ന് ഡിനോട്ട് ചെയ്യുന്നു, മെറ്റാലിക് ക്യാരക്ടർ എം എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു മെറ്റാലിക് ക്യാരക്ടർ. എം സി എന്ന് എഴുതാം കേട്ടോ, മെറ്റാലിക് ക്യാരക്ടർ. ഇലക്ട്രോ നെഗറ്റിവിറ്റി കാരണം മെറ്റാലിക് ക്യാരക്ടർ കൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആറ്റോമിക് സൈസ് കൂടും. അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡെഫിനറ്റ്ലി കുറയും. വാട്ട് ആർ ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്സ് ആൻഡ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്സ്? എന്താണ് ഇലക്ട്രോ പോസിറ്റീവ് ആൻഡ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ? അതായത് ഇലക്ട്രോണിലെ ആ ബോണ്ടഡ് ഇലക്ട്രോൺസിനെ തന്റെ സൈഡിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് കൂടിയ എലമെന്റ്സ് ഉണ്ടാവുമല്ലോ. അതായത് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആൾക്കാരൊക്കെ നോർമലി റൈറ്റ് സൈഡ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ആണ് കാണാറ്. ലെഫ്റ്റ് സൈഡാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞതോ അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയതോ ആയിട്ടുള്ള എലമെന്റ്സ് കാണാൻ. അപ്പൊ ഇലക്ട്രോ നെഗറ്റീവ് ക്യാരക്ടർ ഉള്ള എലമെന്റ്സ് ആണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ കൂടിയ എലമെന്റ്സ് നമ്മൾ ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ കുറച്ചുകൂടി നമുക്ക് ഇവരെന്ത് പറയാം? ഇലക്ട്രോ പോസിറ്റീവ് ആണ്. അവരെ മെറ്റൽസ് എന്നും പറയാം. നമുക്ക് മെറ്റൽസ് ഒക്കെ ഇലക്ട്രോ പോസിറ്റീവ് ആണ്. ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ജനറലി നോൺ മെറ്റൽസ്. ഓക്കെ, ഇതൊക്കെ പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഗൂഗിളിൽ ചുമ്മാ ഇലക്ട്രോ നെഗറ്റീവ് സ്കെയിൽ എന്ന് പറഞ്ഞ് അടിച്ചിട്ട് പീരിയോഡിക് ടേബിൾ വിത്ത് ഇലക്ട്രോ നെഗറ്റീവ് സ്കെയിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി വെച്ചിട്ട് ഇലക്ട്രോ നെഗറ്റീവ് വാല്യൂസ് ഉണ്ട് ഓരോ ആറ്റത്തിനും. പോളിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് സ്കെയിൽ വെച്ചിട്ട് ലിനസ് പോളിംഗ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഒരു സ്കെയിൽ ആക്കിയിട്ടുണ്ട്, പോളിംഗ് സ്കെയിൽ. അതെന്താണ് കാണിക്കുന്നത്? ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഒരു ഓർഡർ ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ അതൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഇലക്ട്രോ നെഗറ്റീവ് ആരാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവ്. ആ വാല്യൂ വെച്ച് തന്നെ ഡാറ്റ വെച്ചിട്ട് തന്നെ പഠിച്ചു. സംശയമുണ്ട്? ഇതൊക്കെ നിങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെ നോക്കിക്കോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ സമയത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നല്ലോ. എങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്? ആരായിരിക്കും ഓരോ ഗ്രൂപ്പിൽ ഓരോ ട്രെൻഡ് എന്തായിരിക്കും, ഓരോ പീരീഡിൽ ട്രെൻഡ് എങ്ങനെയായിരിക്കും? ഈ 4 ട്രെൻഡും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇനി അവസാനമായിട്ട് ഇത് ട്രെൻഡ്സിലൊന്നും വരുന്നതല്ല. അത് നമ്മൾ മെറ്റൽസും നോൺ മെറ്റൽസും ഇപ്പൊ കാണില്ല. ഇലക്ട്രോ പോസിറ്റീവ് ഉള്ള ആൾക്കാർ മെറ്റലിനും ഇലക്ട്രോ നെഗറ്റീവ് ഉള്ള ആൾക്കാർ നോൺ മെറ്റലിനും നമുക്ക് ഏകദേശം പറയാം. പക്ഷേ ഇതിലൊന്നും പെടാത്തൊരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഉണ്ട്. ഇവരാണ് മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. ഇവരെ നമുക്ക് മെറ്റൽ എന്നും പറയാൻ പറ്റില്ല, നോൺ മെറ്റൽ എന്നും പറയാൻ പറ്റില്ല. രണ്ടിന്റെയും പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ ഈ സെമി കണ്ടക്ടർ ഒക്കെ ഉണ്ടാകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിലിക്കൺ, ജെർമേനിയം, ഇവരൊക്കെ എന്താണ്? ഇവരൊക്കെ മെറ്റലോയിഡ്സ് ആണ്. മെറ്റൽസ് എക്സിബിറ്റിംഗ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് മെറ്റൽസ് അല്ല, മെറ്റൽസ് പറയാൻ പറ്റില്ല. അത് മെറ്റൽസ് നിങ്ങൾ പറയണ്ട കേട്ടോ. അതായത് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ മെറ്റൽസ് എന്ന് പറയാം. പക്ഷേ എലമെന്റ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുക. എലമെന്റ്സ് എക്സിബിറ്റിംഗ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് മെറ്റൽസ് ആസ് വെൽ ആസ് നോൺ മെറ്റൽസ് ആർ കോൾഡ് മെറ്റലോയിഡ്സ്. എക്സാമ്പിൾ ആണ് സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആന്റിമണി, ടെല്ലൂറിയം. അപ്പൊ നിങ്ങൾക്കുള്ള ഗോൾ എന്താ? ഇവരൊക്കെ എവിടെയാണ് പീരിയോഡിക് ടേബിളിൽ നിന്ന് നോക്കിയേ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഏകദേശം ഒരു ക്രോസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് ആണ്. ഇതിങ്ങനെ ഉണ്ടാവും. പി ബ്ലോക്കിൽ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള, അതായത് ഇതിപ്പോ എവിടെയാണ്? കാർബൺ ഗ്രൂപ്പും ഓക്സിജന്റെ ഗ്രൂപ്പും പിന്നെ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഈ 3 ആൾക്കാർ ഗ്രൂപ്പിലായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അവരൊക്കെ എവിടെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോ. ഓക്കെ, സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആന്റിമണി, ടെല്ലൂറിയം ഒക്കെ മെറ്റൽസ് അല്ല, നോൺ മെറ്റൽസും അല്ല, മെറ്റലോയിഡ്സ് ആണ്. ഓക്കെ,
അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ട്രെൻഡ്സ് വെച്ചിട്ട് ഈ ഒരു ടേബിൾ നിങ്ങളൊന്ന് പൂരിപ്പിച്ച മക്കളെ. ഓക്കെ, ഈ ടേബിൾ ഒന്ന് പൂരിപ്പിച്ചേ. ട്രെൻഡ്സ്, സൈസ് ഓഫ് എൻ ആറ്റം. ആദ്യം നോക്കിയേ, ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് കൂടുവോ കുറയോ? സൈസ് ഇൻക്രീസസ്. അക്രോസ് ദ പീരീഡ് ലെഫ്റ്റ് ടു റൈറ്റ് എന്താണ്? സൈസ് കൂടുവോ കുറയോ? സൈസ് ഡിക്രീസ് ചെയ്യും. മെറ്റാലിക് ക്യാരക്ടർ നോക്കിയേ, ഡൗൺ ദ ഗ്രൂപ്പ് ഇൻക്രീസ് ചെയ്യോ? ഇൻക്രീസ് ചെയ്യും, സൈസ് കൂടുന്നുണ്ടല്ലോ. അക്രോസ് ദ പീരീഡ് എന്താണ്? ഡിക്രീസ് ചെയ്യും. നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡൗൺ ദ ഗ്രൂപ്പ് എന്താണ്? ഡിക്രീസ് ചെയ്യും. അക്രോസ് ദ പീരീഡ് എന്താണ്? അപ്പം ഇൻക്രീസ് ചെയ്യും. അയണൈസേഷൻ എനർജി എന്താണ്? മെറ്റാലിക് ക്യാരക്ടറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, പക്ഷേ നോൺ മെറ്റാലിക് ക്യാരക്ടറിന് ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണ്. സോ അയണൈസേഷൻ എനർജി ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസസ് ആണ്, അക്രോസ് ദ പീരീഡ് ഇൻക്രീസസ് ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണ്? നമ്മൾ നോൺ മെറ്റാലിക്കും അയണൈസേഷൻ എനർജി ഒക്കെ പറഞ്ഞ പോലെ അവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. ഡൗൺ ദ ഗ്രൂപ്പ് എന്താണ്? ഡിക്രീസസ് ആണ്. അക്രോസ് ദ പീരീഡ് എന്താണ്? അത് ഇൻക്രീസസ് ചെയ്യാണ്. അപ്പൊ എന്താ മനസ്സിലായത് നിങ്ങൾക്കിവിടെ? സൈസും മെറ്റാലിക് ക്യാരക്ടറും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ്. സൈസ് കൂടുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നു, സൈസ് കുറയുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കുറയുന്നു. എന്നാൽ അയണൈസേഷൻ എനർജി, നോൺ മെറ്റാലിക് ക്യാരക്ടർ, ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഈ മൂന്ന് ആൾക്കാർ ഒരേപോലെയാണ്. ഇതിലേതെങ്കിലും ഒരാൾ, അതായത് നോൺ മെറ്റാലിക് ക്യാരക്ടർ കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്ന് കുറയുന്നതുകൊണ്ട് മറ്റേത് കുറയുന്നതല്ല നിങ്ങൾ ആലോചിക്കണ്ടേ. നോൺ മെറ്റാലിക് ക്യാരക്ടർ കുറവാണെന്ന് അതിന്റെ അർത്ഥം എന്താണ്? അതുവരെ അയണൈസേഷൻ എനർജിയും കുറവായിരിക്കും, ഇലക്ട്രോ നെഗറ്റിവിറ്റിയും കുറവായിരിക്കും. ഓക്കെ, നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടുതലാണെന്ന് അതിന്റെ അർത്ഥം എന്താണ്? അയണൈസേഷൻ എനർജിയും കൂടുതലായിരിക്കും, ഇലക്ട്രോ നെഗറ്റിവിറ്റിയും കൂടുതലായിരിക്കും. സോ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് തരുന്ന ഹോംവർക്ക് എന്ന് വെച്ചാൽ പീരിയോഡിക് ടേബിൾ നോക്കുക. ഇതിൽ ഓരോ ഗ്രൂപ്പിലും ഈ ഓരോ ട്രെൻഡ്സും ഏറ്റവും കൂടുതലും ഏറ്റവും കുറവുള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ ഓരോ പീരീഡ്സിനും ഏറ്റവും കൂടുതലും ഏറ്റവും കുറവും ഈ 5 ട്രെൻഡ്സും ഉള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഹോംവർക്ക്. സോ ഇത്രയൊക്കെയാണ് ഈ ക്ലാസ്സിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ വിത്ത് ദിസ് ഐ കൺക്ലൂഡ് ദിസ് വീഡിയോ. താങ്ക് യു. Manorama Horizon, learning made simple.